നമുക്ക് തുടങ്ങാം. തുടങ്ങിക്കൂടെ? നമുക്ക് തുടങ്ങാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിച്ചത് ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്കൊന്ന് ആരംഭിക്കാം. നെർവസ് സിസ്റ്റം, നാഡീ വ്യവസ്ഥ, മലയാളത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് നാഡീ വ്യവസ്ഥ. സോ ദ നെർവസ് സിസ്റ്റം ഇൻ ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യനിലെ നാഡീ വ്യവസ്ഥയെ നമ്മൾ രണ്ടായി തിരിച്ചിരിക്കുക. നമ്മുടെ നാഡീവ്യവസ്ഥയെ രണ്ടായി തിരിച്ചിരിക്കുകയാണ്. ഒന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റം, കേന്ദ്ര നാഡീവ്യവസ്ഥ, മലയാളത്തിൽ നമുക്ക് വിളിക്കാം കേന്ദ്ര നാഡീവ്യവസ്ഥ. രണ്ടാമത്തെ പെരിഫറൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം അഥവാ മലയാളത്തിൽ പെരിഫറൽ എന്ന് തന്നെ ടാ. അല്ലെങ്കിൽ പരീതീയ നാഡീവ്യവസ്ഥ. നാഡീവ്യവസ്ഥയെ, മനുഷ്യനിലെ നാഡീവ്യവസ്ഥയെ നമ്മൾ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെ? കേന്ദ്ര നാഡീവ്യവസ്ഥ, പെരിഫറൽ നാഡീവ്യവസ്ഥ, സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. അപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ പ്രധാനമായും രണ്ട് ഭാഗങ്ങളാണ് കാണപ്പെടുന്നത്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ പ്രധാനമായും രണ്ട് ഭാഗങ്ങൾ കാണപ്പെടുന്നു. ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ഇൻക്ലൂഡ്സ് ടു പാർട്സ്. ഏതൊക്കെയാണ്? ദ ഫസ്റ്റ് വൺ ഈസ് ബ്രെയിൻ. ആദ്യത്തെ ഭാഗം ബ്രെയിൻ അഥവാ നമുക്ക് വിളിക്കാം മസ്തിഷ്കം എന്ന് വിളിക്കാം. ബ്രെയിൻ അഥവാ മസ്തിഷ്കം. രണ്ടാമത്തെ ഭാഗം സ്പൈനൽ കോഡ് അഥവാ സുഷുമ്ന. ഇങ്ങനെ രണ്ട് ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ഹാസ് ഏതൊക്കെ ഭാഗങ്ങളുണ്ട്? ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. സെൻട്രൽ നെർവസ് സിസ്റ്റം രണ്ട് ഭാഗങ്ങളുണ്ട്. ആരൊക്കെയാണ്? ബ്രെയിനുണ്ട്, മസ്തിഷ്കമുണ്ട്, സുഷുമ്നയുണ്ട്. ആൻഡ് ദ പെരിഫറൽ നെർവസ് സിസ്റ്റം ആൾസോ ഹാവ് ടു പാർട്സ്. രണ്ട് ഭാഗങ്ങൾ ചേർന്നതാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം. ഏതൊക്കെയാണ് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങൾ? പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ ഒന്നാമത്തെ ക്രാനിയൽ നെർവ്സ്, ഒന്നാമത്തെ ഭാഗം ക്രാനിയൽ നെർവ്സ്. രണ്ടാമത്തത് സ്പൈനൽ നെർവ്സ്. പെരിഫറൽ നെർവസ് സിസ്റ്റം is composed of cranial nerves and spinal nerves. എന്താ ക്രാനിയൽ നെർവ്സ് എന്ന് പറഞ്ഞാൽ? ശിരോനാഡികൾ. മലയാളത്തിൽ ക്രാനിയൽ നെർവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിരോനാഡികൾ, സ്പൈനൽ നെർവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഷുമ്നാ നാഡികൾ. അപ്പോൾ പെരിഫറൽ നാഡീവ്യവസ്ഥയും രണ്ട് തരം നാഡികൾ കൂടിച്ചേർന്നതാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം. ആരൊക്കെയാണ്? ക്രാനിയൽ നെർവ്സ് അഥവാ ശിരോനാഡികൾ, സ്പൈനൽ നെർവ്സ് അഥവാ സുഷുമ്നാ നാഡികൾ. ഇതാണ് മനുഷ്യനിലെ നെർവസ് സിസ്റ്റം. അപ്പോൾ മനുഷ്യനിലെ നാഡീവ്യവസ്ഥയെ രണ്ടായി തിരിച്ചിരിക്കുന്നു. കേന്ദ്ര നാഡീവ്യവസ്ഥ, പെരിഫറൽ നാഡീവ്യവസ്ഥ. കേന്ദ്ര നാഡീവ്യവസ്ഥ മസ്തിഷ്കവും സുഷുമ്നയും കൂടിച്ചേർന്നതാണ്. പെരിഫറൽ നാഡീവ്യവസ്ഥ ശിരോനാഡികളും സുഷുമ്നാ നാഡികളും കൂടിച്ചേർന്നതാണ്. ഒന്നുകൂടി പറയാം നമുക്ക്. ദ നെർവസ് സിസ്റ്റം ഈസ് ഡിവൈഡഡ് ഇൻടു ടു. ദ ഹ്യൂമൻ നെർവസ് സിസ്റ്റം ഈസ് ഡിവൈഡഡ് ഇൻടു ടു. ഏതൊക്കെയാണ്? സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ഈസ് കമ്പോസ്ഡ് ഓഫ് brain and spinal cord, and the peripheral nervous system is composed of cranial nerves and spinal nerves. അപ്പോൾ നമുക്ക് ഇതിൽ ഒന്നാമത്തെ ആളിലേക്ക് പോവാം. ആരാണ്? സെൻട്രൽ നെർവസ് സിസ്റ്റം, കേന്ദ്ര നാഡീ വ്യവസ്ഥ. അപ്പോൾ കേന്ദ്ര നാഡീ വ്യവസ്ഥയിൽ ആരൊക്കെയുണ്ട്? ബ്രെയിൻ ഉണ്ട്, സ്പൈനൽ കോഡ് ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ ആളിലേക്ക് നമ്മൾ പോവാണ്. ബ്രെയിൻ. ആദ്യത്തെ ആളാണ് ബ്രെയിൻ അഥവാ മസ്തിഷ്കം. മസ്തിഷ്കത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൻ്റെ
എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന കേന്ദ്രം. നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന കേന്ദ്രം ആരാണ്? മസ്തിഷ്കമാണ്. എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളും മസ്തിഷ്കം അറിഞ്ഞു മാത്രമേ നടക്കുന്നുള്ളൂ. All physiological or biological functions are controlled by the brain. അപ്പോൾ മസ്തിഷ്കം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്, അത്രയും പ്രാധാന്യമുള്ളൊരു ഭാഗമാണ്. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് അവർ ബോഡി ഈസ് ദ ബ്രെയിൻ. അല്ലേ? നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് കൊണ്ടാണ് എന്ത് വിളിച്ചത് നമ്മളതിനെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ വാഹനങ്ങൾ ഓടിക്കണമെങ്കിൽ ചില നിയമങ്ങൾ പാലിക്കണം. അതുപോലെ അതിൽ പ്രധാനപ്പെട്ടത് 2 വീലേഴ്സ് ഓടിക്കണമെങ്കിൽ നമുക്കെന്ത് വേണം? ഹെൽമെറ്റ് വേണം എന്നുള്ളത് വളരെ നിർബന്ധമായൊരു കാര്യമാണ്. രണ്ടാമത്തെ 4 വീലേഴ്സ് ഓടിക്കണമെങ്കിൽ സീറ്റ് ബെൽറ്റ് വേണം എന്നുള്ളത് അടുത്ത പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളിലും എന്തിന് ഇത്ര കർശനമായി ഒരു നിയമം വയ്ക്കുന്നു? എന്താണ് ഇതിൻ്റെ ആവശ്യം? മസ്തിഷ്കം ഈ പറയുന്ന ഹെൽമെറ്റ് ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ എന്താ കുഴപ്പം? ഹെൽമെറ്റ് ഇല്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ പറ്റില്ലേ? വണ്ടി ഓടിക്കാൻ പറ്റും. എന്തിനു വേണ്ടിയിട്ടാണ് ഹെൽമെറ്റ് നിർബന്ധം പറയണേ? എന്തിനു വേണ്ടിയിട്ടാണ് സീറ്റ് ബെൽറ്റ് നിർബന്ധം പറയണേ? ഓൺലി ഫോർ അവർ സേഫ്റ്റി, അല്ലേ? നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് ഏത് പറയുന്നത്? ഹെൽമെറ്റിൻ്റെ നിർബന്ധം പറയുന്നത്, സീറ്റ് ബെൽറ്റ് നിർബന്ധം പറയുന്നത്. ഹെൽമെറ്റ് ധരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗങ്ങൾക്കൊന്നും ഈ പറയുന്ന സുരക്ഷ വേണ്ടേ മാഷേ എന്ന് ചോദിക്കാം. പക്ഷേ മറ്റു ഭാഗങ്ങളെക്കാൾ വളരെയധികം പ്രധാനപ്പെട്ട ഭാഗമാണ് ആര് എന്ന് പറയുന്നത്? മസ്തിഷ്കം എന്ന് പറയുന്നത്. നമുക്കറിയാം, വാഹനങ്ങളിൽ ബൈക്ക് യാത്ര സംഭവിക്കുമ്പോൾ മിക്ക ആൾക്കാരിലും ആക്സിഡൻറ്റുകൾ സംഭവിക്കുമ്പോൾ തല ഇടിച്ച് വീഴുന്നിട്ടാണ് കൂടുതൽ മരണങ്ങളും സംഭവിക്കുന്നത്. ചിലപ്പോൾ മരണം സംഭവിച്ചില്ലെങ്കിൽ കോമ സ്റ്റേജിലായി എന്ന് പറയണ കേൾക്കാറുണ്ട്. അരയ്ക്ക് കീഴ്പ്പെട്ട് തളർന്നു എന്ന് പറയണ കേൾക്കാറുണ്ട്, അല്ലേ? സംസാരശേഷി നഷ്ടപ്പെട്ടു എന്ന് പറയണ കേൾക്കാറുണ്ട്. കാഴ്ചശക്തി നഷ്ടപ്പെട്ടു എന്ന് പറയണ കേൾക്കാറുണ്ട്, അല്ലേ? മുൻപത്തെ കാര്യങ്ങളൊക്കെ സിനിമയിൽ കേട്ടിട്ട് നമ്മൾ മുമ്പത്തെ കാര്യങ്ങളൊക്കെ മറന്നു എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു കേന്ദ്രം ആരാണ്? മസ്തിഷ്കമാണ്, അല്ലേ? തലയിടിച്ച് വീണു, മസ്തിഷ്കത്തിൽ രക്തം കട്ട പിടിച്ചു, ബ്ലഡ് ക്ലോട്ട് ചെയ്തു, ആൾക്ക് മരണം സംഭവിച്ചു, രക്തസ്രാവം ഉണ്ടായി, ഹെമറേജ് ഉണ്ടായി, മരണം സംഭവിച്ചു എന്ന് കേൾക്കാറുണ്ട്. കയ്യിലൂടെയോ കാലിലൂടെയോ വണ്ടി കയറി കഴിഞ്ഞാൽ നമുക്ക് മരണം സംഭവിക്കില്ല. പക്ഷെ തലകൂടെ കയറിയാൽ മരിക്കുമെന്നുള്ളത് 100%, 150%, 200% ഉറപ്പാണ്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്, അല്ലേ? അപ്പോൾ ആയതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമാണ് ആരെന്ന് പറയുന്നത്? മസ്തിഷ്കം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ കളിക്കാനായിട്ട് പുറത്തേക്ക് പോകുന്ന ആൾക്കാരാണ്. ചെറുപ്പകാലം തൊട്ട് നമ്മൾ ഇത്രയും 10ാം ക്ലാസ് എത്തി നിൽക്കുന്ന കാലം വരെ നമ്മൾ കളിക്കാനും ഓടാനും ചാടാനും ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനും ഷട്ടിൽ കളിക്കാനും ബാഡ്മിൻ്റൺ കളിക്കാനും ഒക്കെ നമ്മൾ പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനമ്മയും പറയുന്നുണ്ടാ, ഹെൽമെറ്റ് വെച്ചിട്ട് പോട്ടാ മോനെ എന്ന് പറയാറുണ്ടാ? എന്തേ എൻ്റെ മോൻ വീണോട്ടെ, തല പൊട്ടിക്കോട്ടെ എന്നാണോ? അല്ല, അവിടെ ഉണ്ടാവുന്ന വീഴ്ചയ്ക്ക് നമ്മുടെ ഈ പറയുന്നതിനേക്കാൾ ആഘാതം വളരെ കുറവാണ്, അല്ലേ? ആ ചെറിയ ആഘാതത്തിനെ സംരക്ഷിക്കാൻ നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ജന്മനാ തന്നെ ധാരാളം സംരക്ഷണങ്ങളുണ്ട്. സോ വി ഹാവ് സർട്ടൺ ഇൻബോൺ മെക്കാനിസംസ് ഓർ പ്രൊട്ടക്ഷൻസ് ഫോർ ദ ബ്രെയിൻ. ഇൻബോൺ പ്രൊട്ടക്ഷൻ, നമ്മുടെ ശരീരത്തിൽ മസ്തിഷ്കത്തിനെ സംരക്ഷിക്കാൻ ജന്മനാ നമ്മുടെ ശരീരത്തിൽ ചില സംരക്ഷണ കവചങ്ങളുണ്ട്. ആരൊക്കെയാ ആ സംരക്ഷണ കവചങ്ങൾ എന്നറിയണം. അപ്പോൾ മസ്തിഷ്കത്തിനെ പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് ദ പ്രൊട്ടക്ഷൻസ് ഓഫ് ദ ബ്രെയിൻ. മസ്തിഷ്കത്തിലെ സംരക്ഷണങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ സംരക്ഷണം, ഹിയർ ദർ ഈസ് എ സ്കെലിറ്റൽ പ്രൊട്ടക്ഷൻ. മസ്തിഷ്കത്തിന് എന്തുണ്ട്? ഒരു അസ്ഥി നിർമ്മിതമായ ഒരു സംരക്ഷണമുണ്ട്, ഒരു സ്കെലിറ്റൽ പ്രൊട്ടക്ഷൻ, അസ്ഥി നിർമ്മിതമായ ഒരു സംരക്ഷണമുണ്ട്. വിച്ച് ഈസ് ദ സ്കെലിറ്റൽ പ്രൊട്ടക്ഷൻ? സ്കെലിറ്റൽ പ്രൊട്ടക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ്, എന്താ വിളിക്കുക? ഇറ്റ് ഈസ് നോൺ ആസ് ദ സ്കൾ. വിളിക്കുന്ന പേര്
സ്കൾ അഥവാ ക്രാനിയം എന്ന് വിളിക്കും. സ്കൾ അഥവാ ക്രാനിയം. മലയാളത്തിൽ എന്താ സാധനം? തലയോട്. മലയാളത്തിൽ നമ്മൾ വിളിക്കുന്ന പേര് തലയോട് എന്ന് പറയും അല്ലേ? നമ്മൾ പറയുന്ന തലയോട്. പ്രധാനപ്പെട്ട ഒന്നാമത്തെ സംരക്ഷണമായി. സോ ദർ ഈസ് എ സ്കെലിറ്റൽ പ്രൊട്ടക്ഷൻ ഫോർ ദ ബ്രെയിൻ ആൻഡ് ദ സ്കെലിറ്റൽ പ്രൊട്ടക്ഷൻ ഈസ് നോൺ ആസ് ദ സ്കൾ ഓർ ദ ക്രാനിയം. മസ്തിഷ്കത്തിന് ഒരു അസ്ഥി നിർമ്മിതമായ സംരക്ഷണം ഏറ്റവും പുറമേ ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ ഒരാളുണ്ട് അല്ലേ? നല്ല ശക്തിയുള്ള ബലിഷ്ഠമായിട്ടുള്ള ഒരാൾ കാണപ്പെടുന്നുണ്ട്. അയാളാണ് ആരെന്ന് പറയണത്? ദ സ്കൾ ഓർ ദ ക്രാനിയം. സ്കെലിറ്റൽ പ്രൊട്ടക്ഷൻ, അസ്ഥി നിർമ്മിതമായ സംരക്ഷണം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ബലിഷ്ഠമായ ഭാഗങ്ങളിൽ ഒന്നാണ് അസ്ഥികൾ അല്ലേ? അപ്പോൾ അങ്ങനെ ഒരാൾ ഇവിടെ സംരക്ഷിക്കാനുണ്ട്. രണ്ടാമത്തെ ആൾ ആരാ? Here there is a membranous protection. ഒരു മെംബ്രെയിൻ ഉണ്ട് just below the skull. സ്കളലിന് തൊട്ട് താഴെ, തലയോടിന് തൊട്ട് താഴെയായിട്ട് there is a membranous protection. Here there is a membranous protection. ഏതാ membranous protection എന്ന് പറയുന്ന ആള്? It is known as meninges എന്ന് പറയും. മെനിഞ്ചസ്. മലയാളത്തിലും മെനിഞ്ചസ് തന്നെ കേട്ടാ, മലയാളത്തിലും മെനിഞ്ചസ് തന്നെ. അപ്പോൾ മെനിഞ്ചസ് എത്ര പാളികൾ ഉള്ളതാണ്? ഹിയർ ദർ ഈസ് എ 3 layered membrane. ഹലോ പറഞ്ഞോളൂ, ആരാ വിളിക്കണേ? എന്താ അറിയണ്ടേ? എന്ത് ക്ലിയർ ആവണില്ല? എഴുതണതാ. നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ തന്നെ നിങ്ങൾക്കൊന്ന് സൂം ചെയ്യാം കേട്ടാ. നിങ്ങൾ തന്നെ നിങ്ങളുടെ ഫോണിൽ സൂം ചെയ്ത് നോക്കാം അല്ലേ? ക്ലാരിറ്റിയിൽ നെറ്റിൻ്റെ ചെറിയൊരു പ്രോബ്ലം ആണ് കേട്ടാ. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? പറയുന്നതിനൊപ്പം തന്നെ ഒന്ന് എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടാ. ക്ലിയർ അല്ലാത്തത് നമുക്ക് ലാസ്റ്റ് ഒന്ന് നോക്കാം കേട്ടാ. കേട്ടാ, നെറ്റ് സ്പീഡൊന്ന് കുറയണ കാരണം കൊണ്ടാട്ടാ ക്ലാരിറ്റിയിൽ ചെറിയൊരു പ്രോബ്ലം വരണം. നിങ്ങൾ എല്ലാവരുടെ വീഡിയോസ് ഒന്ന് ഓഫ് ചെയ്യുക കേട്ടാ. നിങ്ങളുടെ വീഡിയോ വേണ്ട, നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കുക കേട്ടാ. ഈ വീഡിയോസ് വരുമ്പോഴാണ് ക്ലാരിറ്റിക്ക് കൂടുതൽ പ്രോബ്ലം വരിക കേട്ടാ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്? Here there is a 3 layered membrane just below the skull. തലയോടിന് താഴെയായിട്ട് 3 പാളികളുള്ള ഒരു സ്ഥലം കാണപ്പെടുന്നു. ആ 3 പാളികളുള്ള സ്ഥലത്തിന് നമ്മൾ വിളിച്ച പേരാണെന്ത്? മെനിഞ്ചസ് എന്ന് പറഞ്ഞു. ദെൻ അടുത്ത ആളാരാ? മൂന്നാമത്തെ ആള്. മെനിഞ്ചസ് എന്ന് പറഞ്ഞാൽ 3 പാളികളുള്ള സ്ഥലമാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ 3 പാളികളുള്ള സ്ഥലം. അപ്പോൾ ഏറ്റവും പുറമേ ആയിട്ടൊരു തലയോട്ടി ഉണ്ടെന്ന് വിചാരിക്കുക. തലയോട്ടിക്ക് താഴെ 3 പാളികളുള്ള സ്ഥലം ഉണ്ടെന്ന് വിചാരിക്കുക. ഈ സ്ഥലത്തിന് ഇടയിലായിട്ട് സ്പേസ് ഉണ്ട് അല്ലേ? ഇൻ ബിറ്റ്വീൻ ദീസ് ലയേഴ്സ്. ഏത് ലയേഴ്സ്? മെനിഞ്ചസിൻ്റെ ലയേഴ്സ്. അതിനിടയിലായിട്ട് ഹിയർ ദർ ഈസ് എ ഫ്ലൂയിഡ്. അവിടെ എന്തുണ്ട്? ഒരു ദ്രാവകമുണ്ട്. അപ്പോൾ ഒരു ഫ്ലൂയിഡ് പ്രൊട്ടക്ഷനാണ് അല്ലേ? ഒരു ദ്രാവക രൂപത്തിലുള്ള ഒരു സംരക്ഷണമാണ് ഫ്ലൂയിഡ് പ്രൊട്ടക്ഷൻ ഓർ ദ്രാവക രൂപത്തിലുള്ള ഒരു സംരക്ഷണം. ആരാ അയാൾ? അയാളുടെ പേരാണ് CSF. വിളിക്കുന്ന പേര് CSF. ഫുൾ ഫോം പറയാം നമുക്ക്. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. എന്താ വിളിച്ച പേര് നമ്മൾ? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. മലയാളത്തിലും അങ്ങനെ തന്നെ കേട്ടാ. സെറിബ്രോ സ്പൈനൽ ദ്രവം എന്ന് വിളിക്കും. അപ്പോൾ എന്താ പറഞ്ഞത്? നമുക്ക് 3 തരത്തിലുള്ള സംരക്ഷണങ്ങൾ കേട്ടാ. 3 മസ്തിഷ്കത്തിന് തൊട്ട് മുകളിലായിട്ട് 3 ആൾക്കാരുണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. ആരൊക്കെയുള്ള? ഒന്നാമത്തെ ആള് there is a skeletal protection. അസ്ഥി നിർമ്മിതമായ സംരക്ഷണം which is known as skull. വിളിക്കുന്ന പേര് സ്കൾ ഓർ ക്രാനിയം. തലയോട് അഥവാ കപാലം. അങ്ങനൊരു വാക്ക് പറയാൻ വിട്ടൂട്ടാ. തലയോട് അഥവാ കപാലം എന്ന് വിളിക്കും. Then just below the skeletal protection there is a 3 layered membrane.
ഈ പറയുന്ന അസ്ഥി നിർമ്മിതമായ സംരക്ഷണത്തിന് താഴെ, തലയോടിന് താഴെ there is a 3-layered membrane, 3 പാളികളുള്ള ഒരു സ്തരം നമുക്ക് കാണാനായിട്ട് കഴിയും. And this 3-layered membrane is known as meninges. ആ 3 പാളികളുള്ള സ്തരത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് meninges. The 3-layered membrane is known as meninges. 3 പാളി സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് meninges. ഓക്കെ ആണോ? In between these layers, ഈ പറയുന്ന പാളികൾക്കിടയിലായിട്ട്, ഈ 3 പാളികൾക്കിടയിലായിട്ട് there is the presence of a fluid. അവിടെ എന്ത് കാണപ്പെടുന്നുണ്ട്? ഒരു ദ്രാവകം കാണപ്പെടുന്നുണ്ട്. And the fluid is known as cerebrospinal fluid. ആ ദ്രാവകത്തിൻ്റെ പേര് cerebrospinal ദ്രവം. ക്ലിയർ ആയ? അപ്പം അങ്ങനെ 3 തരത്തിലുള്ള സംരക്ഷണങ്ങൾ എവിടെയുണ്ട്? മസ്തിഷ്കത്തിലുണ്ട്. അപ്പോൾ അവിടെ നമ്മളൊരു ദ്രാവകത്തിൻ്റെ പേര് പറഞ്ഞു അല്ലേ? ഇൻ ഷോർട്ട് CSF. നമ്മൾ ചെറുതാക്കി വിളിച്ചു അതിനെ CSF എന്ന് പറഞ്ഞു. എന്താ ഫുൾ ഫോം പറഞ്ഞ CSFൻ്റെ? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. മലയാളം മീഡിയംകാരും ഇംഗ്ലീഷ് മീഡിയംകാരും രണ്ടുപേരും CSF എന്ന് പറയുന്ന ആ ഷോർട്ട് ഫോം പഠിച്ചു വെക്കണം, നിർബന്ധമാണ്. CSF. മലയാളം മീഡിയംകാർ വിചാരിക്കേണ്ട ഇത് ഇംഗ്ലീഷ് മീഡിയത്തിന് പറഞ്ഞതല്ലേ എന്ന്. CSF 2 പേർക്ക് അത്യാവശ്യമാണ്. എന്താ CSFൻ്റെ ഫുൾ ഫോം? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. സെറിബ്രോ സ്പൈനൽ ദ്രവം CSF. ഓക്കെ ആണോ? എവിടെയാണ് കാണുന്നത്? ഇൻ ബിറ്റ്വീൻ ദ ലെയേഴ്സ് ഓഫ് ദ മെനിഞ്ചസ്. മെനിഞ്ചസിൻ്റെ പാളികൾക്ക് ഇടയിലായി കാണപ്പെടുന്നു. സോ ഈ ദ്രവം എവിടെ നിന്ന് വന്നേ? അപ്പം അങ്ങനെ ഒരു ദ്രവം ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? ഈ ദ്രവം എവിടെ നിന്നാണ് വരണേ? എങ്ങനെ ഉണ്ടാവണേ? എന്താ അതിൻ്റെ ധർമ്മം? ഇവിടെ പ്രധാനപ്പെട്ട പഠിക്കാനുള്ള ഒരാളാണ് ഈ പറയുന്ന ആരുടെ ധർമ്മം? CSFൻ്റെ ഫങ്ഷൻ. അപ്പോൾ CSFന് ഒരു വലിയ പ്രത്യേകത ഉണ്ട്. വാട്ട് ആർ ദ പെക്യൂലിയാരിറ്റീസ് ഓഫ് ദി CSF? CSFൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? CSF ഒന്നാമത്തെ പ്രത്യേകത, ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം ദ ബ്ലഡ്. ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം ദ ബ്ലഡ്. രക്തത്തിൽ നിന്ന് ഉണ്ടാകുന്നു. ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം ദ ബ്ലഡ്. രണ്ടാമത്തെയോ, ബ്ലഡിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട് അല്ലേ? രക്തത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, നിർമ്മിക്കപ്പെടുന്നു. ഇനി രണ്ടാമത്തെ പ്രത്യേകത എന്താ? ഉണ്ടായ അതിലേക്ക് തന്നെ എന്ത് ചെയ്യണു? റീഅബ്സോർബ് ചെയ്യണു. റീഅബ്സോർബ്ഡ് ടു ദ ബ്ലഡ്. റീഅബ്സോർബ് ടു ദ ബ്ലഡ്. രക്തത്തിലേക്ക് തന്നെ പുനരാകിരണം ചെയ്യപ്പെടുന്നു. ഫോംഡ് ഫ്രം ദ ബ്ലഡ്, റീഅബ്സോർബ് ടു ദ ബ്ലഡ്. രക്തത്തിൽ നിന്നുണ്ടാവുന്നു, രക്തത്തിലേക്ക് തന്നെ പുനരാകിരണം ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇവിടെ അതായി. അടുത്തത് എന്താ? വാട്ട് ആർ ദ, ഇപ്പോൾ പെക്യൂലിയാരിറ്റി കഴിഞ്ഞു. ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് അറിയണം. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ദിസ് CSF? അപ്പോൾ ഒന്നാമത്തെ ഫങ്ഷൻ, the CSF provide, നൽകുന്നു. എന്തിനാ? ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ്. ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ദ ടിഷ്യൂസ് ഓഫ് ബ്ലഡ്. രക്തത്തിലെ കോശങ്ങൾക്ക് ആവശ്യമായ ഓക്സിജനെയും പോഷക ഘടകങ്ങളെയും നൽകുന്നു. എന്ത് ചെയ്യുന്നു പറയണേ? They provide the oxygen and nutrients to the tissues of the blood. The brain. മസ്തിഷ്കത്തിലെ കലകൾക്ക് ആവശ്യമായ ഓക്സിജനെയും പോഷകഘടകങ്ങളെയും നൽകുന്നു. Provide oxygen and nutrients to the tissues of the blood. ഒന്നാമത്തെ പണി. രണ്ടാമത്തെ പണി എന്താ? Protect from the external shocks. ബാഹ്യ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു. Protect from the external shocks. ബാഹ്യ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു. ആരുടെ പണിയാ? CSFൻ്റെ പണിയാ. ദെൻ മൂന്നാമത്തെ ധർമ്മം എന്താ? മെയിൻറ്റെയിൻ ദ പ്രഷർ. മെയിൻറ്റെയിൻ ദ പ്രഷർ. മസ്തിഷ്കത്തിനകത്തുള്ള മർദ്ദം
ക്രമീകരിക്കാൻ സഹായിക്കുന്നു. മെയിൻറ്റെയിൻ ദ പ്രഷർ ഇൻസൈഡ് ദ ബ്രെയിൻ. മസ്തിഷ്കത്തിൽ ഈ പറയുന്ന മർദ്ദത്തെ നിയന്ത്രിക്കാൻ, ക്രമീകരിക്കാൻ സഹായിക്കുന്നു. അപ്പം 3 ധർമ്മങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ദ ടിഷ്യൂസ് ഓഫ് ദ ബ്രെയിൻ. മസ്തിഷ്കത്തിലെ കലകൾക്ക് ആവശ്യമായ ഓക്സിജനെയും പോഷക ഘടകങ്ങളെയും നൽകുന്നു. ദ സെക്കൻഡ് വൺ, പ്രൊട്ടക്റ്റ് ഫ്രം ദ എക്സ്റ്റേണൽ ഷോക്സ്. ബാഹ്യ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു. 3, മെയിൻറ്റെയിൻസ് ദ പ്രഷർ. അതിനുള്ളിൽ മർദ്ദം ക്രമീകരിക്കുന്നു, മസ്തിഷ്കത്തിനകത്തെ മർദ്ദം ക്രമീകരിക്കുന്നു. ഇങ്ങനെ 3 ധർമ്മങ്ങൾ ആരുടെയാണ്? ഈ പറയുന്ന CSFൻ്റെയാണ്, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൻ്റെയാണ്. ഓക്കെ ആണോ? അപ്പോൾ ആര് കഴിഞ്ഞു? നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ സംരക്ഷണം കഴിഞ്ഞു. ആരൊക്കെയാണ് ഉണ്ടായിരുന്നേ? ഒരു സ്കെലിറ്റൽ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. ആരായിരുന്നു സ്കെലിറ്റൽ പ്രൊട്ടക്ഷൻ? നമ്മൾ പറഞ്ഞ തലയോട് അഥവാ സ്കൾ. രണ്ടാമത്തെ 3 പാളികളുള്ള സ്ഥലം ഉണ്ടായിരുന്നു. എന്താ പേര്? മെനിഞ്ചസ്. മൂന്നാമത്തെ ഈ 3 പാളികളുള്ള സ്ഥലങ്ങൾക്കിടയിലായിട്ട് there is a fluid. 3നിടയിലായിട്ട് there is a fluid. എന്ത് ഫ്ലൂയിഡ്? CSF, സെറിബ്രോസ്പൈനൽ ദ്രവം, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. എവിടെ നിന്നുണ്ടാവുന്നു? ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം ദ ബ്ലഡ്, റീഅബ്സോർബ് ടു ദ ബ്ലഡ്. രക്തത്തിൽ നിന്നുണ്ടാകുന്നു, രക്തത്തിലേക്ക് തന്നെ പുനരാകിരണം ചെയ്യപ്പെടുന്നു. ദെൻ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ദിസ് CSF? CSFൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ദ ടിഷ്യൂസ് ഓഫ് ദ ബ്ലഡ്. മസ്തിഷ്കത്തിലെ കലകൾക്ക് ആവശ്യമായ ഓക്സിജനെയും പോഷക ഘടകങ്ങളെയും നൽകുന്നു. 2, പ്രൊട്ടക്റ്റ് ഫ്രം ദ എക്സ്റ്റേണൽ ഷോക്സ് ആൻഡ് ഇഞ്ചുറീസ്. ബാഹ്യ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു. 3, മെയിൻറ്റെയിൻസ് ദ പ്രഷർ. മർദ്ദം ക്രമീകരിക്കുന്നു. ക്ലിയറായ? അപ്പോൾ മസ്തിഷ്കത്തിൻ്റെ 3 പ്രൊട്ടക്ഷനുകളായി. ഈ പ്രൊട്ടക്ഷന് പുറമെയാണ് നമ്മൾ എന്ത് ധരിക്കണം എന്ന് പറയുന്നത്? ഹെൽമെറ്റ് ധരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഹെൽമെറ്റ് ധരിക്കുമ്പോൾ ഉള്ളിലേക്കുള്ള എന്ത് കുറയും? ആഘാതം കുറയും. നമ്മുടെ മസ്തിഷ്കത്തെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്ര നിർബന്ധം പറയണേ? ഈ പറയുന്ന മസ്തിഷ്കത്തിൽ ഹെൽമെറ്റ് ധരിക്കണം, മസ്തിഷ്കം പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന് പറയും. ഇത്രയൊക്കെ ഇല്ലേ നമുക്ക് പ്രൊട്ടക്ഷൻ? എന്താ കാരണം? ബിക്കോസ് ദ ബ്രെയിൻ ഈസ് മേഡ് അപ്പ് ഓഫ്. ബ്രെയിൻ എന്തുകൊണ്ട് നിർമ്മിച്ചതാ? ന്യൂറോൺസ്. ന്യൂറോണുകൾ കൊണ്ട് നിർമ്മിച്ചതാ. ബ്രെയിൻ ഈസ് മേഡ് അപ്പ് ഓഫ് ന്യൂറോൺസ്. എന്താ ന്യൂറോണിൻ്റെ പ്രത്യേകത? ഇഫ് ദേ ആർ ഡിസ്ട്രോയിഡ് ഓർ ഡാമേജ്ഡ്, ന്യൂറോണുകൾ നശിച്ചാലോ കേടുപാടുകൾ സംഭവിച്ചാലോ, ന്യൂ വൺസ് ആർ നോട്ട് സോ ഫോംഡ്, പുതിയവ അവയിൽ നിന്ന് രൂപപ്പെടുന്നില്ല. ക്ലിയറായ? നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ കലകൾ, നമ്മൾ വീണു പൊട്ടി അല്ലേ, കാലിൻ്റെ മുട്ട് പൊട്ടി, കൈ പൊട്ടി, കൈ മുറിഞ്ഞ ഭാഗത്തൊക്കെ പുതിയ കോശങ്ങൾ വന്ന് അത് ഉണങ്ങും അല്ലേ, പുതിയ കോശങ്ങൾ വന്ന് അത് ഉണങ്ങും. പക്ഷേ മസ്തിഷ്കത്തിലെ കലകൾ, ന്യൂറോണുകൾ നശിച്ചാൽ അവയ്ക്ക് പകരം പുതിയ ന്യൂറോണുകൾ രൂപപ്പെടുന്നില്ല. ഇഫ് ദ ന്യൂറോൺസ് ഗെറ്റ് ഡിസ്ട്രോയിഡ് വൺസ്, ഒരിക്കൽ ന്യൂറോണുകൾ നശിച്ചാൽ, ന്യൂ വൺസ് ആർ നോട്ട് സോ റീജനറേറ്റഡ്, പുതിയവ എന്ത് ചെയ്യുന്നില്ല? പുനർനിർമ്മിക്കപ്പെടുന്നില്ല, പുതിയതായിട്ട് രൂപപ്പെടുന്നില്ല. പറഞ്ഞ മനസ്സിലായ? ചെറിയ ചെറിയ കേടുപാടുകൾ പരിഹരിക്കും എന്നല്ലാതെ പുതിയ ന്യൂറോണുകൾ ഉണ്ടാകില്ല. അങ്ങനെ ഒരു വലിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ആയതുകൊണ്ടാണ് മസ്തിഷ്കത്തിനെ സംരക്ഷിക്കണം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഈ മസ്തിഷ്കത്തിന് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ഈ മസ്തിഷ്കത്തെ നമുക്ക് ഒന്ന് അടുത്തറിയണം. അപ്പോൾ മസ്തിഷ്കത്തിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മസ്തിഷ്കത്തിൽ എന്തുണ്ട്? ചില പ്രത്യേക ഭാഗങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ഏതൊക്കെ ഭാഗങ്ങളുള്ള എന്നൊക്കെ നമുക്കൊന്ന് അറിയണ്ടേ? മസ്തിഷ്കത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നമുക്ക് കാണണ്ടേ? ആ മസ്തിഷ്കത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ആരെങ്കിലും മസ്തിഷ്കം കണ്ടവരുണ്ടാ? മസ്തിഷ്കം കണ്ട ആൾക്കാരെങ്കിലുമൊക്കെ ഉണ്ടാ? നമ്മൾ തൃശ്ശൂർ എക്സിബിഷന് പോയി കഴിഞ്ഞാൽ അവിടെ മെഡിക്കലിൻ്റെ ഒരു സ്റ്റാളുണ്ട് അല്ലേ, അതിനുള്ളിൽ കയറിയ മസ്തിഷ്കം ഇങ്ങനെ പൊളിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്.
സ്കൂളുകളിലൊക്കെ ചിലപ്പോൾ ലാബിൻ്റെ ഉള്ളിലൊക്കെ ഇരിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ സ്കൂളുകളിൽ ചില മോഡലുകൾ ഉണ്ടാവും. ആ മസ്തിഷ്കം എടുത്തു കഴിഞ്ഞാൽ നമുക്കെടുത്ത് നമ്മുടെ തലയിൽ നിന്ന് മസ്തിഷ്കം എടുത്ത് നമ്മളിങ്ങനെ പുറത്തേക്ക് വെക്കുക. പുറത്തേക്ക് എടുത്ത് വെക്കുക. തലച്ചോറ് എന്ന് പറയുന്ന സാധനം എടുത്ത് അങ്ങോട്ട് പുറത്തേക്ക് വെക്കുക. പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമുക്ക് കാണാവുന്ന 3 ഭാഗങ്ങൾ. ഒന്നാമത്തെ ആള് സെറിബ്രം. ആരാ ഇയാളെന്ന് അറിയണത്? ഇതാണ് ഈ പറയുന്ന സെറിബ്രം എന്ന് പറയുന്ന ആള്. ഇങ്ങനെ നോക്കിയാൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയായിട്ട് ഇങ്ങനൊരാളെ കടത്തി വരച്ച് വെച്ചിട്ടുണ്ടാവും. നിറച്ച് മടക്കുകളും ചുളിവുകളൊക്കെ ആയിട്ട് ഒരാളെ കാണാം. സോ ഏറ്റവും പുറമേയുള്ള ഭാഗം, ദ ഔട്ടർ മോസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ, മസ്തിഷ്കത്തിൽ ഏറ്റവും പുറമേയുള്ള, നമ്മുടെ ഈ ബ്രെയിൻ എടുത്തു കഴിഞ്ഞാൽ ഈ പുറത്ത് മുഴുവൻ കാണുന്ന ആള് ആരാണ്? ഈ പറയുന്ന സെറിബ്രമാണ്. സോ ദ ഔട്ടർ മോസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ, മസ്തിഷ്കത്തിലെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന ഭാഗം, അതാണ് ആരെന്ന് പറയണത്? സെറിബ്രം എന്ന് പറയുന്ന ഭാഗം. സെറിബ്രത്തിൻ്റെ അടുത്തൊരു പ്രത്യേകത എന്താ? ഔട്ടർ മോസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആണ്. ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ, മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം. ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ, മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം. അയാളാണ് ആരെന്ന് പറയണത്? സെറിബ്രം എന്ന് പറയുന്നത്. അപ്പോൾ 2 പ്രത്യേകതകൾ പറഞ്ഞു കേട്ടോ നമ്മൾ സെറിബ്രത്തിൻ്റെ. എന്തൊക്കെയാണ്? ദ ഔട്ടർ മോസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ, ഏറ്റവും പുറമേ കാണപ്പെടുന്ന ഭാഗം, ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത് നമ്മൾ പറഞ്ഞു ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ, മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം എന്നും നമ്മൾ പറഞ്ഞു. ഇപ്പോൾ 2 പ്രത്യേകതകൾ നമ്മൾ ആരുടെ പറഞ്ഞതാ? സെറിബ്രത്തിൻ്റെ പറഞ്ഞതാ. ഏതൊക്കെയാ? ഔട്ടർ മോസ്റ്റ് ആണ്, ലാർജസ്റ്റ് ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കൂട്ടാ, ചിത്രം വരയ്ക്കാൻ വരുന്ന സാധനമാണ്. അപ്പോൾ അടുത്ത പ്രത്യേകത എന്താ? ഔട്ട്സൈഡ് ഇറ്റ് ഈസ് ഗ്രേ മാറ്റർ. പുറത്ത് എന്താണ്? പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ചാര നിറത്തിൽ കാണപ്പെടുന്നു. ഔട്ട്സൈഡ് ഇറ്റ് ഈസ് ഗ്രേ മാറ്റർ. എന്താ ഈ ഗ്രേ മാറ്റർ എന്ന് പറഞ്ഞാൽ? നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള സാധനം. എന്താ ഗ്രേ മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഗ്രേ മാറ്റർ എന്ന് പറഞ്ഞാൽ എന്തില്ല? മൈലിൻ ഷീത്ത് ഇല്ലാത്ത ആക്സോണുകളുടെ ഭാഗം, അല്ലെങ്കിൽ ന്യൂറോണുകൾ അല്ലേ? മൈലിൻ ഷീത്ത് ഇല്ലാത്ത ന്യൂറോണുകൾ ചേർന്ന ഭാഗമാണ് ആരെന്ന് പറയണത്? ഗ്രേ മാറ്റർ. നോൺ മൈലിനേറ്റഡ് പാർട്ട് ഓഫ് ദ ന്യൂറോൺ. നോൺ മൈലിനേറ്റഡ് പാർട്ട് ഓഫ് ദ ന്യൂറോൺ ആണ് ഗ്രേ മാറ്റർ. അപ്പോൾ ഇതിന് പുറത്ത് എന്തില്ല? മൈലിൻ ഷീത്ത് ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ എന്ത് നിറത്തിൽ കാണപ്പെടും? അതിനെ ചാര നിറത്തിൽ കാണപ്പെടും. ഗ്രേ മാറ്റർ എന്ന് പറയും. ഔട്ട്സൈഡ് പാർട്ടിന് നമുക്കൊരു പേര് വിളിക്കാം. ദ ഔട്ടർ പാർട്ട് ഓഫ് ദ ബ്രെയിൻ ഈസ് കൺസിഡേർഡ് ആസ് കോർട്ടെക്സ്. പുറം ഭാഗത്തിന് നമുക്ക് കോർട്ടെക്സ് എന്ന് വിളിക്കാം. സോ ദ കോർട്ടെക്സ് ഈസ് ഗ്രേ മാറ്റർ. കോർട്ടെക്സ് എന്താണ്? ഗ്രേ മാറ്റർ ആണ്. മസ്തിഷ്കത്തിന്റെ പുറം ഭാഗമായ കോർട്ടെക്സ് ഗ്രേ മാറ്റർ ആണ്. രണ്ടാമത്തെ ഉൾഭാഗത്തിന് നമുക്കൊരു പേര് വിളിക്കാം. ഈ പറയുന്ന ഏതിൻ്റെ ഉൾഭാഗം? സെറിബ്രത്തിൻ്റെ ഉൾഭാഗത്തിന് നമുക്ക് മെഡുല്ല എന്ന് വിളിക്കാം. ദ ഇന്നർ മോസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ഈസ് കൺസിഡേർഡ് ആസ്, ഓർ ദ സെറിബ്രം ഈസ് കൺസിഡേർഡ് ആസ് medulla, and the medulla is white in color. അങ്ങനെ പറഞ്ഞ എന്താ അർത്ഥം? മെഡുല്ല എന്താണ്? വൈറ്റ് മാറ്റർ ആണ്. സോ പുറത്ത് ഗ്രേ മാറ്ററും ഉള്ളില് വൈറ്റ് മാറ്റർ ആണ്. പുറത്ത് ഗ്രേ മാറ്ററും ഉള്ളില് വൈറ്റ് മാറ്റർ ആണ്. ആരുടെ? നമ്മൾ പറയുന്ന സെറിബ്രത്തിൻ്റെ. അപ്പോൾ സെറിബ്രത്തിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു. ദ ഔട്ടർ മോസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ, the largest part of the brain, outside it is gray matter and inside it is white matter. അല്ലേ? ഏറ്റവും പുറമേയുള്ള ഭാഗം, ഏറ്റവും വലിയ ഭാഗം, മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം പുറത്ത് ഗ്രേ മാറ്ററും ഉള്ളില് വൈറ്റ് മാറ്ററും, അല്ലെങ്കിൽ കോർട്ടെക്സ് ഗ്രേ മാറ്ററും മെഡുല്ല വൈറ്റ് മാറ്ററുമാണ്. ഇത്രയും ആരുടെ പ്രത്യേകത? സെറിബ്രത്തിൻ്റെ പ്രത്യേകത. അടുത്ത പ്രത്യേകത സെറിബ്രത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ഓൺ ദ സർഫസ് ഓഫ് ദി സെറിബ്രം, സെറിബ്രത്തിൻ്റെ ഉപരിതലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ സീ, നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇതിൻ്റെ ഉള്ളിൽ ധാരാളം ഇങ്ങനെ മടക്കുകളും ചുളിവുകളൊക്കെ ആയിട്ട് കിടക്കണം കാണാം. ന്യൂമറസ് ഫിഷോൾസ് ആൻഡ് ഫോൾസ് ആർ സീൻ ഓൺ ദ സർഫസ് ഓഫ് ദി സെറിബ്രം.
എന്താ ഇതിൻ്റെ ആവശ്യം? നല്ല മൊസൈക്ക് ഇട്ട തറ പോലെ അയക്കാൻ പോരാ, അപ്പോഴല്ല കാണാനായിട്ട് ഭംഗി. ഇതൊരു വൃത്തിയില്ലാണ്ട് ഇങ്ങനെ ആകെ ചുക്കി ചുളിഞ്ഞിങ്ങനെ കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ അതിനെ വിശദീകരിക്കണമെങ്കിൽ നമ്മുടെ ഭൂമിയിൽ ഇതുവരെ ഉണ്ടായിരുന്ന ബുദ്ധിജീവികൾ, ദ വേൾഡ് ഫേമസ് സയൻറ്റിസ്റ്റ്, അല്ലെങ്കിൽ വേറെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ പ്രധാനപ്പെട്ട 5 ബുദ്ധിജീവികളിൽ ഒരാൾ, 5 പേരുടെ പേരൊക്കെ നിങ്ങൾ തപ്പിയെടുക്കുക കേട്ടോ. ഒരാൾ ആരാണ്? ഐൻസ്റ്റീൻ, ആൽബർട്ട് ഐൻസ്റ്റീൻ. ലോകം കണ്ട ബുദ്ധിജീവികളിൽ ഒരാൾ ആൽബർട്ട് ഐൻസ്റ്റീൻ. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഈ പറയുന്ന മസ്തിഷ്കം ഒരു മ്യൂസിയത്തിലെടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയണേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മസ്തിഷ്കം എടുത്ത് നോക്കിയപ്പോൾ സാധാരണ ഒരു വ്യക്തിയിൽ കാണപ്പെടുന്നതിനേക്കാൾ, ഒരു കോമൺ മാൻ്റെ മസ്തിഷ്കത്തിനേക്കാൾ, ഒരു നോർമൽ മാൻ്റെ മസ്തിഷ്കത്തിനേക്കാൾ എന്ത് കൂടുതലായിരുന്നു? മടക്കുകളുടെ ചുളിവുകളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു എന്നാണ് കണ്ടുപിടിക്കപ്പെട്ടത്. ഇറ്റ് ഈസ് സംവാട്ട് ലാർജർ ദാൻ എ നോർമൽ മാൻ ആൻഡ് ഹാവ് ന്യൂമറസ് ഫിഷേഴ്സ് ആൻഡ് ഫോൾസ്. അതിൻ്റെ ഉള്ളിൽ ധാരാളം മടക്കുകളും ചുളിവുകളും, നമ്മളിലുള്ളതിനേക്കാൾ മടക്കുകളും ചുളിവുകളും ആരുടെ മസ്തിഷ്കത്തിലുണ്ടായിരുന്നു എന്നാ പറയുന്നത്? ഈ പറയുന്ന ഐൻസ്റ്റീൻ്റെ മസ്തിഷ്കത്തിലുണ്ടായിരുന്നു. അപ്പോൾ മടക്കുകളും ചുളിവുകളും എന്താ കാര്യം? കൂടണോണ്ട് എന്താ കാര്യം? ബുദ്ധി കൂടും. അപ്പോൾ മസ്തിഷ്കത്തിൽ മടക്കുകളും ചുളിവുകളും കൂടുന്നത് എന്തിന് സഹായിക്കും? അതതിൻ്റെ ഉപരിതല വിസ്തീർണം കൂട്ടാൻ സഹായിക്കും. ഹെൽപ്സ് ടു ഇൻക്രീസ് ഇറ്റ്സ് സർഫസ് ഏരിയ. അല്ലേ? മടക്കുകളും ചുളിവുകളും കൂടുന്നത് ഹെൽപ്സ് ടു ഇൻക്രീസ് ഇറ്റ്സ് സർഫസ് ഏരിയ, ഉപരിതല വിസ്തീർണം കൂട്ടാനായിട്ട് സഹായിക്കും. So the increase in surface area is a condition for including more number of neurons. അല്ലേ? സർഫസ് ഏരിയ കൂടിക്കഴിഞ്ഞാൽ കൂടുതൽ ന്യൂറോണുകൾ ഉൾക്കൊള്ളിക്കാനായിട്ട് കഴിയില്ലേ? കഴിയും അല്ലേ? അപ്പോൾ മടക്കുകളും ചുളിവുകളും എന്തിനെ സഹായിക്കണു? ഉപരിതല വിസ്തീർണം കൂട്ടാൻ സഹായിക്കണു. The fissures and folds of the cerebrum helps to increase the surface area. അതിൻ്റെ ഉപരിതല വിസ്തീർണം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. Helps to increase the surface area. അപ്പോൾ സർഫസ് ഏരിയ കൂടുമ്പോഴോ ഇറ്റ് ഇസ് എ കണ്ടീഷൻ ഫോർ ഇൻക്ലൂഡിങ് മോർ നമ്പർ ഓഫ് ന്യൂറോൺസ്, കൂടുതൽ ന്യൂറോണുകൾ അതിലേക്ക് ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയണേ. ക്ലിയറായ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഫിഷേഴ്സും ഫോൾസൊക്കെ അതിൻ്റെ ഉള്ളിലുള്ള ഇഷ്ടം പോലെ പണി നടത്തണ്ടേ, ധാരാളം പ്രവർത്തന ശരീരത്തിൽ നടത്തണം. അപ്പോൾ ധാരാളം ന്യൂറോണുകൾ മസ്തിഷ്കത്തിൽ വേണം. അപ്പോൾ അത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഫിഷേഴ്സും ഫോൾസും കാണുന്നത്. ദെൻ അപ്പോൾ ഇത്രയും ആരുടെ? ഇനി ഒരു കാര്യം കൂടി എന്താണ്? എ സെൻട്രൽ ക്ലെഫ്റ്റ്, മധ്യഭാഗത്തു ഒരു വിടവ്. നമ്മുടെ തലയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അമ്മമാരൊക്കെ എന്ത് ചെയ്യാറുണ്ട്? മുടിയിരാറുണ്ട് അല്ലേ? ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ അല്ല, അമ്മമാരുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ സെൻട്രൽ നടുക്കിലായിട്ടൊരു നടുക്ക് വാച്ചിട്ട് 2 സൈഡിലേക്ക് ഇങ്ങോട്ട് വാരി ഒതുക്കും അല്ലേ? ചീകി ഒതുക്കും. അപ്പോൾ ആ നടുക്ക് ഭാഗത്തൊരു വരങ്ങനെ കറക്റ്റ് കാണാം. നമ്മൾ വാച്ചിനിടുക എന്നൊക്കെ പറയുന്നത് നമ്മൾ അല്ലേ? അപ്പോൾ ആ നടുക്ക് ഭാഗത്തുള്ളൊരു വിടവ്, അതേപോലെ തന്നെ ഒരു സെൻട്രൽ ക്ലെഫ്റ്റ്, സെറിബ്രത്തിന് നടുക്ക് ഭാഗത്തായിട്ട് ഇങ്ങനെ സെൻട്രലായിട്ട് ഒരു വിടവുണ്ട്. സെറിബ്രത്തിന് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ഇൻറ്റു 2 ഈക്വൽ ഹാഫ്സ്. സെറിബ്രത്തിന് 2 തുല്യ ഭാഗങ്ങളായിട്ട് വിഭജിക്കുന്നുണ്ട്. അപ്പോൾ എ സെൻട്രൽ ക്ലെഫ്റ്റ് ഡിവൈഡ് ദ സെറിബ്രം ഇൻറ്റു 2 ഈക്വൽ ഹാഫ്സ്. മസ്തിഷ്കത്തിൻ്റെ മധ്യഭാഗത്തുള്ള ഒരു വിടവ് സെറിബ്രത്തിനെ എന്ത് ചെയ്യുന്നു? 2 തുല്യ ഭാഗങ്ങളായിട്ട് വിഭജിക്കുന്നു. അതിൽ പറയുന്നത് ദ റൈറ്റ് സൈഡ് ഓഫ് ദ സെറിബ്രം, സെറിബ്രത്തിൻ്റെ വലത് ഭാഗം എന്ത് ചെയ്യണു? കൺട്രോൾസ് ദ ഫങ്ഷൻസ് ഓഫ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് അവർ ബോഡി, നമ്മുടെ ശരീരത്തിൻ്റെ ഇടത് ഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു എന്നാണ് പറയണേ. ആൻഡ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ സെറിബ്രം, ഇടത് ഭാഗം എന്ത് ചെയ്യണു? കൺട്രോൾസ് ദ ഫങ്ഷൻസ് ഓഫ് ദ റൈറ്റ് സൈഡ് ഓഫ് അവർ ബോഡി, നമ്മുടെ വലത് ഭാഗത്തിൻ്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണു? എ സെൻട്രൽ ക്ലെഫ്റ്റ്, മധ്യഭാഗത്തെ ഒരു വിടവ്, ഡിവൈഡ് ദ സെറിബ്രം ഇൻറ്റു 2 ഈക്വൽ ഹാഫ്, സെറിബ്രത്തിനെ 2 തുല്യ ഭാഗങ്ങളാക്കി വിഭജിക്കുന്നു. ഇത്രയും ആരെക്കുറിച്ച് പഠിക്കാനുള്ള? നമ്മുടെ സെറിബ്രത്തിൻ്റെ ഒരു ഘടന ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാനുള്ളത് സ്ട്രക്ചർ ഓഫ് ദ സെറിബ്രം
ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാനുള്ളത് എന്തൊക്കെയാണ്? ദ ഔട്ടർ മോസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ, ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ, outside it is gray matter, inside it is white matter, and on its surface numerous fissures and folds are seen which may increase the surface area, and also it is a condition for including more number of neuron, and a central cleft divides the cerebrum into two equal halves. എന്താ പറഞ്ഞേ? ഏറ്റവും പുറമേ കാണപ്പെടുന്ന ഭാഗം, ഏറ്റവും വലിയ ഭാഗം, പുറത്ത് ഗ്രേ മാറ്ററും ഉള്ളിൽ വൈറ്റ് മാറ്ററും, ഉപരിതലത്തിൽ ധാരാളം മടക്കുകളും ചുളിവുകളും കാണപ്പെടുന്നു. ഇത് അതിൻ്റെ ഉപരിതല വിസ്തീർണം കൂട്ടാൻ സഹായിക്കുന്നു. അത് ധാരാളം ന്യൂറോണുകൾ ഉൾക്കൊള്ളിക്കാനുള്ളൊരു സംവിധാനമാണ്. ഒരു മധ്യഭാഗത്തുള്ളൊരു വിടവ് സെറിബ്രത്തെ 2 തുല്യ ഭാഗങ്ങളാക്കി വിഭജിക്കുന്നു. ഇത്രയും സെറിബ്രത്തിൻ്റെ എന്താണ്? ഹലോ, ആരാ വിളിച്ചേ? ഇത്രയും എന്താ ഇത്ര പറഞ്ഞത് മസ്തിഷ്കത്തിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ കേട്ടാ. മസ്തിഷ്കത്തിൻ്റെ ചിത്രം കൊടുത്തു. പേജ് നമ്പർ നീ ഒന്ന് മറിച്ച് നോക്കടാ ടെക്സ്റ്റ് ബുക്ക്. നോക്കിയാൽ കാണാം കേട്ടാ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മസ്തിഷ്കത്തിൻ്റെ ചിത്രം കാണാം അവിടെ. അപ്പോൾ ആ ചിത്രത്തിൽ സെറിബ്രം എന്ന് പറഞ്ഞാൽ അടയാളപ്പെടുത്തി ഉണ്ടാവും, ഭാഗങ്ങൾ അടയാളപ്പെടുത്തി അതിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ കാണാം കേട്ടാ. ദെൻ അപ്പോൾ സെറിബ്രം എടുത്തു കഴിഞ്ഞാൽ സെറിബ്രത്തിൻ്റെ ഭാഗങ്ങൾ പ്രത്യേക സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു. അടുത്തെന്താ? ദ ഫങ്ഷൻ ഓഫ് ദ സെറിബ്രം, സെറിബ്രത്തിൻ്റെ എന്താണ് ധർമ്മം നമുക്ക് പറയാം. ദ ഫങ്ഷൻ ഓഫ് ദ സെറിബ്രം, ദ ഫങ്ഷൻ ഓഫ് ദ സെറിബ്രം. എന്താ സെറിബ്രത്തിൻ്റെ ഫങ്ഷൻ? ഒന്ന്, ഇറ്റ് ഈസ് ദ സെൻറ്റർ ഓഫ് വോളണ്ടറി ആക്ഷൻസ്. ഇറ്റ് ഈസ് ദ സെൻറ്റർ ഓഫ് വോളണ്ടറി ആക്ഷൻസ്. എന്താ ഈ വോളണ്ടറി ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വോളണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ അല്ലേ? അപ്പോൾ നമ്മുടെ ശരീരത്തിൽ our wish, നമ്മുടെ നീഡ്സ്, നമ്മുടെ വിഷ്, നമ്മുടെ ആഗ്രഹപ്രകാരം കൺട്രോൾ ചെയ്യാൻ, നിയന്ത്രിക്കാൻ സാധിക്കുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന കേന്ദ്രമാണ് ആരെന്ന് പറയുന്നത്? സെറിബ്രം. അങ്ങനെ പറഞ്ഞാൽ ആരൊക്കെ പറയാം നമുക്ക്? നടക്കുക, ഓടുക, ചാടുക, കളിക്കുക, ചിരിക്കുക അല്ലേ തുടങ്ങിയ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ഭാഗം ആരാണ്? സെറിബ്രം. ഇറ്റ് ഈസ് ദ സെൻറ്റർ ഓഫ് വോളണ്ടറി ആക്ഷൻസ്. ഒന്നാമത്തെ. രണ്ടാമത്തെയോ? ഇറ്റ് ഈസ് ദ സെൻറ്റർ ഓഫ് intelligence, thoughts, imaginations, memory. എന്താ പറയണേ? ഇറ്റ് ഈസ് സെൻറ്റർ ഓഫ് ഇൻ്റലിജൻസ്, നമ്മുടെ ബുദ്ധിശക്തിയുടെ കേന്ദ്രം. തോട്ട്സ്, ചിന്തകളുടെ കേന്ദ്രം. ഇമാജിനേഷൻസ്, ഭാവനയുടെ കേന്ദ്രം. മെമ്മറി, ഓർമ്മയുടെ കേന്ദ്രം. സോ ഇറ്റ് ഈസ് എ സെൻറ്റർ ഓഫ് ഇൻ്റലിജൻസ്, ഇറ്റ് ഈസ് എ സെൻറ്റർ ഓഫ് തോട്ട്സ്, ഇറ്റ് ഈസ് സെൻറ്റർ ഓഫ് ഇമാജിനേഷൻസ്, ഇറ്റ് ഈസ് സെൻറ്റർ ഓഫ് മെമ്മറി അല്ലേ? ഓർമ്മ, ചിന്ത, ബുദ്ധിശക്തി, ഭാവന എന്നിവയുടെ കേന്ദ്രമാണ് ആരെന്ന് പറയണത്? ഈ പറയുന്ന സെറിബ്രം. അടുത്തെന്താ? The center of sensations. The sensations are made possible by the cerebrum. എന്താ പറയണേ? നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ജ്ഞാനേന്ദ്രിയങ്ങളിൽ നിന്നുമുള്ള ആവേഗങ്ങൾ എവിടേക്ക് എത്തണേ? സെറിബ്രത്തിലേക്ക്. ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന കേന്ദ്രം. സെൻസേഷൻസ് അങ്ങനെ പറഞ്ഞാൽ എന്താണ്? കാഴ്ച, കേൾവി, മണം, രുചി അല്ലേ, സ്പർശം, മർദ്ദം, ചൂട്, തണുപ്പ് തുടങ്ങിയതെല്ലാം അറിയുന്നത് ഏത് ഭാഗമാണ്? ഈ പറയുന്ന സെറിബ്രമാണ്. എന്താ പറയണേ? സെൻറ്റർ ഓഫ് സെൻസേഷൻസ്. നമ്മുടെ ശരീരത്തിലെ ഏതൊക്കെയാന്ന് പറഞ്ഞാൽ നമ്മൾ കാഴ്ച, കേൾവി, മണം, രുചി, സ്പർശം, അതായത് എല്ലാ ഇന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നുമുള്ള
ഇൻഫോർമേഷൻസ് ആവേഗങ്ങൾ എത്തുന്നത് എവിടേക്കാണ്? മസ്തിഷ്കത്തിലെ സെറിബ്രത്തിലേക്കാണ്. അപ്പോൾ കാണാൻ സഹായിക്കുന്നത്, കേൾക്കാൻ സഹായിക്കുന്നത്, രുചിക്കാൻ സഹായിക്കുന്നത്, മണക്കാൻ സഹായിക്കുന്നത്, സ്പർശമറിയാൻ സഹായിക്കുന്നത്, ഇതിൻ്റെയൊക്കെ കേന്ദ്രം ആരാണ്? സെറിബ്രമാണ്. അപ്പോൾ 3 ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു. ആരൊക്കെയാണ്? സെൻറ്റർ ഓഫ് വോളണ്ടറി ആക്ഷൻസ് എന്ത് ചെയ്യുന്നു? ഐശിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രം. ഇറ്റ് സെൻറ്റർ ഓഫ് ഇൻ്റലിജൻസ്, ഇമാജിനേഷൻ, തോട്ട്സ് ആൻഡ് മെമ്മറൈസേഷൻ. ആൻഡ് ഇറ്റ് ഇസ് സെൻറ്റർ ഓഫ് സെൻസേഷൻസ്. എന്ത് പറഞ്ഞു? നമ്മുടെ ഐശിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രം, ബുദ്ധിശക്തി, ഓർമ്മ, ചിന്ത, ഭാവന എന്നിവയുടെ കേന്ദ്രം, ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന കേന്ദ്രം. ഇത്രയും ആരാണ്? നമ്മൾ പറയുന്ന നമ്മുടെ സെറിബ്രമാണ്. ഇത്രയായാൽ ആര് കഴിഞ്ഞു? ഒന്നാമത്തെ മസ്തിഷ്കത്തിലെ ആദ്യത്തെ ഭാഗം കഴിഞ്ഞു. ആരാ? സെറിബ്രം കഴിഞ്ഞു. ഹലോ ഹലോ അടുത്തത് ആരെന്തെങ്കിലും പറഞ്ഞിരുന്നോ? അപ്പോൾ അടുത്തത്, അപ്പോൾ സെറിബ്രം കഴിഞ്ഞു. സെറിബ്രം കഴിഞ്ഞു കഴിഞ്ഞാൽ സെറിബ്രത്തിന് താഴെയായിട്ട് രണ്ടാമത്തെ ഭാഗം നമുക്ക് മസ്തിഷ്കത്തെ പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ കാണാവുന്ന രണ്ടാമത്തെ ഭാഗം. ആ രണ്ടാമത്തെ ഭാഗമാണ് ആരെന്ന് പറയണത്? ഇവിടെ ഈ കാണുന്ന ഭാഗം. ഏതിന് താഴെയായിട്ട്? ജസ്റ്റ് ബിലോ ദ സെറിബ്രം. സെറിബ്രത്തിന് താഴെയായിട്ട്, പിന്നിലായിട്ട്, ബിഹൈൻഡ് ദ സെറിബ്രം, സെറിബ്രത്തിന് പിൻഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഈ ഒരു ഭാഗം, ഇയാളാണ് ആരെന്ന് വിളിക്കുന്നത്? ദ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. വിളിക്കുന്ന പേര് സെറിബെല്ലം. വിളിക്കുന്ന പേര് സെറിബെല്ലം. ദ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. എന്താ പേര് വിളിക്കുക നമ്മൾ? സെറിബെല്ലം. ദ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. വിളിച്ച പേര് സെറിബെല്ലം. രണ്ടാമത്തെ ഭാഗം, നമുക്ക് പഠിക്കാനുള്ള രണ്ടാമത്തെ ഭാഗം സെറിബെല്ലം. അപ്പോൾ രണ്ടാമത്തെ ഭാഗം ആരെ പോലെ തന്നെ നമ്മൾ സെറിബ്രത്തിനെ പോലെ തന്നെ നമ്മൾ പറയുക, അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുക. സ്ട്രക്ചർ പറയുക, ഘടന എന്ന് പറയുക. എന്താ ഘടന പറയണ്ടേ? ഒന്നാമത്തെ, ദ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. രണ്ടാമത്തെ വലിയ ഭാഗമാണ് ആര്? സെറിബ്രം. ദ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. അടുത്തത് എന്താ? എവിടെ ഇരിക്കണേ? സിറ്റുവേറ്റഡ് ബിഹൈൻഡ് ദ സെറിബ്രം. സെറിബ്രത്തിൻ്റെ പിന്നിലായിട്ടായിരിക്കണേ. സിറ്റുവേറ്റഡ് ബിഹൈൻഡ് ദ സെറിബ്രം ഓർ ജസ്റ്റ് ബിലോ ദ സെറിബ്രം. സെറിബ്രത്തിൻ്റെ പിന്നിലായി തൊട്ട് താഴെയായിട്ടിരിക്കുന്നു. അടുത്ത പ്രത്യേകത എന്താ? അപ്പോൾ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു. സ്ഥാനം നമ്മൾ പറഞ്ഞു, അതിൻ്റെ എന്ത് പറഞ്ഞു? വലിപ്പം നമ്മൾ പറഞ്ഞു. സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു. ഇനി അടുത്ത പ്രത്യേകത നേരത്തെ പറഞ്ഞ പോലെ, ദ ഔട്ടർ മോസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ, ദ ഔട്ടർ മോസ്റ്റ് പാർട്ട് ഓഫ് ദ സെറിബെല്ലം. സെറിബെല്ലത്തിൻ്റെ പുറത്ത്, കോർട്ടെക്സ് എന്ന് പറയും, ഉള്ളിൽ മെഡില എന്ന് പറയും. ദ കോർട്ടെക്സ് ഈസ് ഓർ ദ ഔട്ടർ മോസ്റ്റ് പാർട്ട് ഈസ് ഗ്രേ മാറ്റർ. പുറത്ത് ഗ്രേ മാറ്റർ, ഉള്ളിൽ വൈറ്റ് മാറ്റർ. ഔട്ട്സൈഡ് ഇറ്റ് ഈസ് എന്താണ്? ഗ്രേ മാറ്റർ. ആൻഡ് ഇൻസൈഡ് ഇറ്റ് ഹാവ് ഗ്രേ മാറ്റർ. ഔട്ട്സൈഡ് ഇറ്റ് ഈസ് ഗ്രേ മാറ്റർ, ഇൻസൈഡ് ഇറ്റ് ഈസ് വൈറ്റ് മാറ്റർ. പുറത്ത് ഗ്രേ മാറ്ററും ഉള്ളിൽ വൈറ്റ് മാറ്ററും കാണപ്പെടുന്നു. പുറത്ത് ഗ്രേ മാറ്ററും ഉള്ളിൽ വൈറ്റ് മാറ്ററും കാണപ്പെടുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഇനി ഏതിൽ? നമ്മൾ സെറിബ്രത്തിൽ പറഞ്ഞു, പുറത്ത് ഉപരിതലത്തിൽ ധാരാളം ഫിഷേഴ്സും ഫോൾസും മടക്കുകളും ചുളിവുകളും ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയണേ? ഓൺ ദ സർഫസ് ഓഫ് ദി സെറിബെല്ലം, സെറിബെല്ലത്തിന് പുറത്തായിട്ട് ദർ ആർ ന്യൂമറസ് ഫിഷേഴ്സ് ആൻഡ് ഗ്രൂവ്സ്. എന്ത് കാണപ്പെടുന്നു എന്ന് പറയണേ? fissures and grooves. ധാരാളം മടക്കുകളും നീണ്ട ചാലുകളും കാണപ്പെടുന്നു എന്നാ പറയണേ. ഓൺ ദ സർഫസ് ഓഫ് ദിസ് സെറിബെല്ലം വി ക്യാൻ സീ ന്യൂമറസ് ഫിഷേഴ്സ്, മടക്കുകളും, ആൻഡ് ഗ്രൂവ്സ്, നീണ്ട ചാലുകളും കാണപ്പെടുന്നു. ഏതിൻ്റെ പ്രത്യേകതയാ? ഈ പറയുന്ന സെറിബെല്ലത്തിൻ്റെ പ്രത്യേകതയാണ്. ഓക്കെ ആണോ? ഡൺ. അപ്പോൾ ആൾസോ ദിസ് സെറിബെല്ലം, സെറിബെല്ലത്തിനും നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ സീ 2 ഫോൾസ്, 2 മടക്കുകൾ, 2 ഫ്ലാപ്പുകൾ, 2 അടപ്പുകൾ പോലെ 2 ഭാഗങ്ങൾ ആർക്കും കാണാം. ഈ പറയുന്ന സെറിബെല്ലത്തിനും കാണാം. അപ്പോൾ നമ്മൾ പറഞ്ഞു സെറിബെല്ലം എന്തൊക്കെ പ്രത്യേകതയുള്ള സെറിബെല്ലം?
ദ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ, മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഭാഗം എവിടെ ഇരിക്കണേ? സിറ്റുവേറ്റഡ് ബിഹൈൻഡ് ദ സെറിബ്രം, സെറിബ്രത്തിന് പിന്നിലായിട്ട് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്നുണ്ട്. അടുത്തത് എന്താ പറഞ്ഞേ? ഔട്ട്സൈഡ് ഈസ് ഗ്രാ മാറ്റർ, ഇൻസൈഡ് ഈസ് വൈറ്റ് മാറ്റർ, പുറത്ത് ഗ്രാ മാറ്ററും ഉള്ളിൽ വൈറ്റ് മാറ്ററും. നാലാമത്തെ ഓൺ ദ സർഫസ് ഓഫ് ദി സെറിബെല്ലം, സെറിബ്രത്തിന്റെ പുറത്തായിട്ട് ന്യൂമറസ് ഫിഷേഴ്സ് ആൻഡ് ഗ്രൂവ്സ് ആർ സീൻ, ധാരാളം മടക്കുകളും നീണ്ട ചാലുകളും കാണപ്പെടുന്നു. ആൻഡ് ആൾസോ ഇറ്റ് ഹാസ് ടു ഫോൾസ്, രണ്ട് മടക്കുകളായിട്ട് കാണുന്നുണ്ട്, ഈ പറയുന്ന സെറിബെല്ലത്തിനും കാണപ്പെടുന്നുണ്ട്. ഓക്കെ ആണോ? ദെൻ വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദി സെറിബെല്ലം? സെറിബെല്ലത്തിൻ്റെ ധർമ്മം എന്താണ്? സെറിബെല്ലത്തിൻ്റെ ധർമ്മം എന്താ ധർമ്മം? നമ്മൾ കള്ളു കുടിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണുന്നുണ്ട്, നന്നായിട്ട് മദ്യപിക്കുന്നവരെ അല്ലേ? മദ്യപിച്ച് കഴിഞ്ഞ് അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? നന്നായിട്ട് നടക്കാൻ പറ്റിയെന്ന് വരില്ല അല്ലേ? നടക്കുമ്പോൾ നമ്മുടെ പോലെ നിവർന്ന് നേരെ നടക്കാൻ പറ്റുമോ? പറ്റുന്നില്ല. എന്താ പ്രശ്നം? ദേ കാൺട്ട് കൺട്രോൾ ദ മസ്കുലാർ ആക്ടിവിറ്റീസ്, അവരുടെ പേശി പ്രവർത്തനങ്ങൾ അവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. മനസ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കൈകാലുകൾ ചലിപ്പിക്കാൻ കഴിയണില്ല. അതുപോലെ എന്ത് ചെയ്യുക? ഒരാളെങ്ങനെ നിവർത്തി പിടിച്ച് നിർത്തിയിട്ട് കുറേ നേരം ഇങ്ങനെ വട്ടം കറക്കുക, എന്നിട്ട് വിടുക. വട്ടം കറക്കി വിട്ട് കഴിഞ്ഞാൽ അയാൾക്ക് കുറച്ച് നേരത്തേക്ക് നേരെ നടക്കാൻ പറ്റുമോ? കുറേ മത്സരങ്ങളുണ്ട് അങ്ങനെ അല്ലേ? കണ്ണ് കെട്ടിയിട്ട് ഇങ്ങനെ വട്ടം കറക്കിയിട്ട് അങ്ങോട്ട് വിടും അല്ലേ? നേരെ നടന്ന് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട്. നേരെ നടക്കാൻ ജന്മം ഉണ്ടെങ്കിൽ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? അവർക്കും കുറച്ച് സമയത്തേക്ക് അവരുടെ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനായിട്ട് സാധിക്കില്ല. ദേ കാൺട്ട് കൺട്രോൾ ദെയർ മസ്കുലാർ ആക്ടിവിറ്റീസ്, കൈകാലുകളുടെ ചലനം അവർക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല, തല കറങ്ങും എന്ന് പറയും നമ്മൾ അല്ലേ? ഈ മെറി ഗോ റൗണ്ട്, കുട്ടികളിരുന്ന് കളിക്കുന്ന വട്ടത്തിലിരിക്കുന്ന സാധനം അല്ലേ? കളിക്കുന്ന പാർക്കിലൊക്കെ കാണുന്നത്, അതിൽ ചിലർക്ക് ഇരുത്തി കഴിഞ്ഞാൽ കുറേ നേരം വട്ടം കറക്കി വിട്ട് കഴിഞ്ഞാൽ തല കറങ്ങും. അതിന് പിടിച്ചിറക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നിൽക്കണം നിപ്പിൽ താഴെ വീഴാനുള്ള കാരണം ഇത് തന്നെയാണ്. അവർക്ക് അവരുടെ പേശികളെ നിയന്ത്രിക്കാൻ, പേശി പ്രവർത്തന കൈകാലുകളുടെ ചലനങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഈ പറയുന്ന പ്രവർത്തനങ്ങളൊക്കെ ആക്ട് ചെയ്തത് എവിടെയാ? സെറിബെല്ലത്തിലാണ്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും വന്ന് അടിച്ചത് ഇവിടെയാ. അതായത് മദ്യപിക്കുമ്പോൾ ഈ പറയുന്ന ഒരു ഭാഗം, മദ്യപാനം ചെറുതായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലം ഏതാണ്? സെറിബെല്ലമാണ്. നമ്മൾ നിർത്തി ഇങ്ങനെ കറക്കി വിടുമ്പോഴും എഫക്റ്റ് ചെയ്യുന്ന ഒരു ഭാഗം ഏതാണ്? സെറിബെല്ലമാണ്. അപ്പോൾ ഇതിൽ നിന്ന് സെറിബെല്ലത്തിൻ്റെ ധർമ്മം നമുക്ക് കിട്ടും. എന്താ സെറിബെല്ലത്തിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്? കൺട്രോൾ ദ മസ്കുലാർ ആക്ടിവിറ്റീസ്. എന്ത് ചെയ്യുന്നു? പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഏകോപിപ്പിക്കണേ? നമ്മൾ കേട്ടിട്ടുണ്ട് അടി തെറ്റിയാൽ ആനയും വീഴും എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. അത് വേറൊരു അർത്ഥത്തിൽ പറയണതാ. അതിൻ്റെ യഥാർത്ഥ അർത്ഥം വേറെ ഇതിരിക്കാം. നമുക്ക് ഇവിടെ ഈ ഒരു സിമ്പിളായിട്ടുള്ള ബയോളജിക്കൽ ആക്ടിവിറ്റി അർത്ഥത്തിലേക്ക് അങ്ങോട്ട് പോകാം. നമ്മൾ നടന്നു പോകുമ്പോൾ നടക്കുന്ന വഴിയിൽ ചെറിയൊരു കുഴിയോ ചെറിയ പൊന്തലോ താഴ്ചയുണ്ടെങ്കിൽ നമ്മുടെ കാല് ഉടനെ മടങ്ങും, നമ്മൾ വീഴും. ശരിയല്ലേ? അതുപോലെ നമുക്കെന്താ, പെട്ടെന്ന് നമ്മുടെ ബോഡിയുടെ ബാലൻസ് നഷ്ടപ്പെട്ടു എന്ന് പറയും. ബോഡിയുടെ ബാലൻസ് നഷ്ടപ്പെട്ടു എന്ന് പറയും. നേരത്തെ പറഞ്ഞ വറക്കി വിടുമ്പോഴും നമ്മൾ പറയാം എൻ്റെ ബാലൻസ് നഷ്ടപ്പെട്ടു എന്നാ പറയാം. അപ്പോൾ എങ്ങനെയാണ് ബാലൻസ് ഉണ്ടാവണേ? ബാലൻസ് ഉണ്ടാവണത് ഈ പറയുന്ന പേശി പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് നമ്മുടെ കൈ കാലുകൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചലിപ്പിക്കാൻ കഴിയുമ്പോഴാണ് നമുക്ക് ബാലൻസ് ഉണ്ടാവണം. അങ്ങനെ ചലിപ്പിക്കാൻ കഴിയാതിരിക്കുമ്പോൾ നമ്മൾ വീഴും. ശരിയല്ലേ? അപ്പോൾ ഇവിടെ എന്താ പറയണേ? ആ ഫംഗ്ഷനാണ് ആർക്കുള്ളത്? സെറിബെല്ലത്തിനുള്ളത്. സെറിബെല്ലം എന്താ ചെയ്യണേ? ദേ കോഓർഡിനേറ്റ് ദ മസ്കുലാർ ആക്ടിവിറ്റീസ്, പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാ? ടു മെയിൻറ്റെയിൻ ദ ബോഡി ബാലൻസ്, ശരീര തുലനാവസ്ഥ പാലിക്കുന്നതിനായിട്ട്. ടു മെയിൻറ്റെയിൻ ദ ബോഡി ബാലൻസ്, ശരീര തുലനാവസ്ഥ തുലനനില പാലിക്കുന്നതിനായിട്ട്, ശരീര തുലനനില പാലിക്കുന്നതിനായി പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? The function of the cerebellum is to maintain the body balance. എന്ത് ചെയ്യണു? Maintain the body balance. The function of the cerebellum is to maintain the body balance. എങ്ങനെയാ? By coordinating the muscular activities. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലനനില പാലിക്കുക എന്നതാണ് ആരുടെ ധർമ്മം?
സെറിബെല്ലത്തിൻ്റെ ധർമ്മം. എന്താ പറഞ്ഞേ? മെയിൻറ്റെയിൻ ദ ബോഡി ബാലൻസ് ബൈ കോർഡിനേറ്റിംഗ് ദ മസ്കുലാർ ആക്ടിവിറ്റീസ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലനനില പാലിക്കുക. ആരുടെ ധർമ്മം കഴിഞ്ഞു? സെറിബെല്ലത്തിൻ്റെ ധർമ്മം കഴിഞ്ഞു. രണ്ടാമത്തെ ഭാഗം കഴിഞ്ഞു. മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ ഭാഗം കഴിഞ്ഞു. നമ്മൾ ആരിലേക്ക് പോവുക? മൂന്നാമത്തെ ഭാഗത്തേക്ക് പോവുക. മസ്തിഷ്കത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സെറിബെല്ലത്തിന് ചേർന്നുകൊണ്ട് താഴേക്ക് ചെറിയൊരു ദണ്ഡാകൃതിയിൽ ഒരു ഭാഗം നമുക്ക് ഇങ്ങനെ കാണാം. താഴേക്ക് ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണാം. ആൻഡ് ദ റീജിയൻ ഈസ് നോൺ ആസ്, ഈ ഒരു ഭാഗത്തിനെ നമുക്ക് വിളിക്കുന്ന പേര് മൂന്നാമത്തെ ഭാഗം. ആ മൂന്നാമത്തെ ഭാഗമാണ് ഇവിടെ തന്നെ എഴുതാല്ലേ. മൂന്നാമത്തെ ഭാഗമാണ് മെഡുല്ല ഒബ്ലോങ്ങേറ്റ. മെഡുല്ല ഒബ്ലോങ്ങേറ്റ മൂന്നാമത്തെ ഭാഗം. മസ്തിഷ്കത്തിലെ മൂന്നാമത്തെ ഭാഗം ഏതാണ്? മെഡുല്ല ഒബ്ലോങ്ങേറ്റ. എന്താ ഈ മെഡുല്ല ഒബ്ലോങ്ങേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ഇരിക്കണേ? ദ പോസ്റ്റീരിയർ എൻഡ് ഓഫ് ദ ബ്രെയിൻ. മസ്തിഷ്കത്തിലെ ഏറ്റവും താഴെ കാണപ്പെടുന്ന ഭാഗം. ദ ലോവർ മോസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. മസ്തിഷ്കത്തിലെ ഏറ്റവും താഴെയുള്ള ഭാഗം. അതാണ് ആരെന്ന് പറയുന്നത്? മെഡുല്ല ഒബ്ലോങ്ങേറ്റ. മസ്തിഷ്കത്തിലെ ഏറ്റവും താഴെയുള്ള ഭാഗം മെഡുല്ല ഒബ്ലോങ്ങേറ്റ. എന്താ മെഡുല്ല ഒബ്ലോങ്ങേറ്റ എങ്ങനെയാണ് കാണുന്നത്? ഇറ്റ് ഈസ് എ റോഡ് ഷേപ്പ് സ്ട്രക്ചർ. ദണ്ഡാകൃതിയിലുള്ള ഒരു ഭാഗമാണ് ആര്? മെഡുല്ല ഒബ്ലോങ്ങേറ്റ. ഈസ് എ റോഡ് ഷേപ്ഡ് സ്ട്രക്ചർ. ദണ്ഡാകൃതിയിലുള്ള ഒരു ഭാഗമാണ് ആരെന്ന് പറയുന്നത്? മെഡുല്ല ഒബ്ലോങ്ങേറ്റ. ഇവിടെ നിന്ന് ഒരു വടി പോലെ ദണ്ട് പോലെ നീണ്ടു നിൽക്കുന്ന ഭാഗം. ഇനി അടുത്ത അപ്പോൾ ഏറ്റവും താഴെയുള്ള മസ്തിഷ്കത്തിലെ ഏറ്റവും താഴെയുള്ള ഭാഗം ദ ലോവർ മോസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ഓർ ദ പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദ ബ്രെയിൻ. അടുത്ത എന്താ പറയണം നമ്മൾ? ഇറ്റ് ഇസ് എ റോഡ് ഷേപ്ഡ് സ്ട്രക്ചർ. ഒരു ദണ്ഡാകൃതിയിലുള്ള ഭാഗം. അടുത്തത് എന്താ ഇതിൻ്റെ പ്രത്യേകത? സ്ട്രക്ചറാ പറയുന്നത് കേട്ടാ. മെഡുല്ല ഒബ്ലോങ്ങേറ്റയുടെ ഔട്ട്സൈഡ് ഇറ്റ് ഈസ്, നേരത്തെ പറഞ്ഞ രണ്ട് പേരിൽ ചെറുത്തും വ്യത്യസ്തമായിട്ട്. ഔട്ട്സൈഡ് ഇറ്റ് ഈസ് വൈറ്റ് മാറ്റർ, പുറത്ത് വൈറ്റ് മാറ്റർ. ഇൻസൈഡ് ഇറ്റ് ഈസ് ഗ്രേ മാറ്റർ, ഉള്ളിൽ ഗ്രേ മാറ്റർ. ഔട്ട്സൈഡ് ഇറ്റ് ഈസ് വൈറ്റ് മാറ്റർ, പുറത്ത് ഔട്ട്സൈഡ് എന്താ ഉള്ളത്? വൈറ്റ് മാറ്റർ. പുറത്താണ് വൈറ്റ് മാറ്റർ. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മെഡുല്ല ഒബ്ലോങ്ങേറ്റ എന്ത് നിറത്തിൽ കാണും? വെളുത്ത നിറത്തിൽ കാണും. ക്ലിയർ ആയ? മെഡുല്ല ഒബ്ലോങ്ങേറ്റ നോക്കി എന്ത് നിറത്തിൽ കാണും? വെളുത്ത നിറത്തിൽ കാണും. ഔട്ട്സൈഡ് ഇറ്റ് ഈസ് വൈറ്റ് മാറ്റർ. ഇൻസൈഡ് ഇറ്റ് ഈസ്, ഉള്ളില് ഗ്രേ മാറ്റർ. ഉള്ളില് ഗ്രേ മാറ്റർ. ഉൾഭാഗത്ത് ഇൻസൈഡ് ഇറ്റ് ഈസ് ഗ്രേ മാറ്റർ. സോ ഔട്ട്സൈഡ് ഇറ്റ് ഈസ് വൈറ്റ് മാറ്റർ, ഇൻസൈഡ് ഇറ്റ് ഈസ് ഗ്രേ മാറ്റർ. ഇത്രയും ആരൊരു സ്ട്രക്ചർ പറയാം നമുക്ക്? മെഡുല്ല ഒബ്ലോങ്ങേറ്റ സ്ട്രക്ചർ പറയാം. അപ്പോൾ മെഡുല്ല ഒബ്ലോങ്ങേറ്റ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു? ദ ലോവർ മോസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ, ഏറ്റവും താഴെയുള്ള ഭാഗം. ആൻഡ് ഇറ്റ്സ് എ റോഡ് ഷേപ്ഡ് സ്ട്രക്ചർ, ദണ്ഡാകൃതിയിലുള്ള ഭാഗം. ആൻഡ് ഇതിന് ചേർന്നിട്ട് കാണുന്നത് ക്ലോസ് ടു ദ സെറിബെല്ലം, സെറിബെല്ലത്തിനോട് ചേർന്ന് കാണപ്പെടുന്ന ഭാഗം. ക്ലോസ് ടു ദ സെറിബെല്ലം, സെറിബെല്ലത്തിനോട് ചേർന്ന് കാണപ്പെടുന്ന ഭാഗം. അടുത്തെന്താ പറഞ്ഞത്? ഔട്ട്സൈഡ് ഇറ്റ് ഈസ് വൈറ്റ് മാറ്റർ, ഇൻസൈഡ് ഇറ്റ് ഈസ് ഗ്രേ മാറ്റർ. പുറത്ത് ഇതിൻ്റെ വൈറ്റ് മാറ്ററും ഉള്ളിൽ ഇതിൻ്റെ ഗ്രേ മാറ്ററുമാണ്. ഇനി അടുത്ത പ്രത്യേകത എന്താ? വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ദിസ് മെഡുല്ല ഒബ്ലോങ്ങേറ്റ? മെഡുല്ല ഒബ്ലോങ്ങേറ്റയുടെ ധർമ്മം എന്താണ്? അവിടെ പറയുമ്പോഴാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു സാധനം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗങ്ങളിലൊന്ന്. നമ്മൾ മിക്കപ്പോഴും ഈ ആക്സിഡൻറ്റ് കേസുകളിലൊക്കെ ഡോക്ടർമാർ പറയുന്ന ഒരു കാര്യത്തിലൊന്ന്, അതായത് എന്ത്, തലയടിച്ച് വീഴുമ്പോൾ ഏത് ഭാഗം അടിച്ച് വീണേ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ പിൻഭാഗം അടിച്ചാൽ വീണ, തലയുടെ പിൻഭാഗം അടിച്ചിട്ടാണ് വീണേ അല്ലേ? പിൻഭാഗം അടിച്ച് വീണ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയും. ചിലപ്പോൾ വീഴുന്ന വീഴ്ചയിൽ ആ സ്പോട്ടിൽ ആൾക്ക് മരണം സംഭവിക്കും. വാട്ട് ഈസ് ദ റീസൺ? നമ്മുടെ അടുത്ത് പറയും തമാശയ്ക്ക് പോലും തലയുടെ പിന്നിൽ അടിക്കരുത് എന്ന് പറയും. തമാശയ്ക്ക് പോലും തലയുടെ പിന്നിൽ അടിക്കരുത് എന്ന് പറയും. എന്താ അങ്ങനെ താഴ്ഭാഗത്ത് അടിച്ച് എന്താ സംഭവിക്കുന്നത്? സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? തലയുടെ ബാക്കിൽ അടിച്ചു, ഉടനെ നായകൻ ബോധം കെട്ട് വീണു, വില്ലൻ മരിച്ചു. അവിടെ എന്താ സംഭവം? ഈ പറയണ പിൻഭാഗത്താണ്, താഴെയാണ് ആരിയ്ക്കുന്നത്? മെഡുല്ല ഒബ്ലോങ്ങേറ്റ ഇരിക്കുന്നത്. ദ മെഡുല്ല ഒബ്ലോങ്ങേറ്റ ഇരിക്കുന്ന
ഈ പിൻഭാഗം. ഇറ്റ് ഇസ് സെൻറ്റർ ഓഫ് ഇൻവോളണ്ടറി ആക്ഷൻസ്. ഇറ്റ് ഇസ് സെൻറ്റർ ഓഫ് ഇൻവോളണ്ടറി ആക്ഷൻസ്. അങ്ങനെ പറഞ്ഞ സെൻറ്റർ ഓഫ് ഇൻവോളണ്ടറി ആക്ഷൻ, അനൈച്ഛിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രം എന്ന് പറയണതാണ് ആരെന്ന് പറയണത്? മെഡുല്ല ഒബ്ലോങ്ങാറ്റ. ഏതൊക്കെ ഈ ഇൻവോളണ്ടറി ആക്ഷൻസ്? ഇൻവോളണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയമിടിപ്പ്, ശ്വാസോച്ഛ്വാസം, നമ്മൾ പറയുന്ന ഹാർട്ട് ബീറ്റ്, റെസ്പിറേഷൻ, ബ്ലഡ് സർക്കുലേഷൻ, രക്തചംക്രമണം, പിന്നെ ദഹനം, ഡൈജഷൻ, ഫങ്ഷൻസ് ഓഫ് ദി ഇൻറ്റേർണൽ ഓർഗൻസ്, ആന്തരാവയവങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മളെ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയാത്ത എല്ലാ പ്രവർത്തനങ്ങളും എന്താണ്? ഇൻവോളണ്ടറി ആണ്. ഇൻക്ലൂഡിങ് നമ്മുടെ ഈ കണ്ണ് ചിമ്മുന്ന പ്രക്രിയ, സലൈവേഷൻ, ഉമിനീര് വരുന്ന പ്രക്രിയ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? നമ്മളെ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയാത്ത പ്രവർത്തനങ്ങളാണ്. ശരിയല്ലേ? അപ്പോൾ ഇത്തരം പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ആരാണ്? മെഡുല്ല ഒബ്ലോങ്ങാറ്റയാണ്. അപ്പം നമ്മൾ തലയുടെ പിന്നിൽ ഒരടി അടിക്കുമ്പോൾ ആ പറയുന്ന സ്ട്രോക്ക് എവിടെ കിട്ടിക്കഴിഞ്ഞാൽ, ഇഫ് ഇറ്റ് ഈസ് അറ്റ് ദ സെൻറ്റർ ഓഫ് ഹാർട്ട് ബീറ്റ്, റെസ്പിറേഷൻ, വിചാരിക്കുക അവിടെ അടി കൊണ്ടെന്ന് വിചാരിക്കുക, ഹൃദയമിടിപ്പ് അവിടെ വെച്ചിട്ട് അങ്ങോട്ട് നിന്നു, ശ്വാസോച്ഛ്വാസം അവിടെ വെച്ച് അങ്ങോട്ട് നിന്നു, മരണം ആ സ്പോട്ടിൽ സംഭവിക്കും. ക്ലിയർ ആയാ പറഞ്ഞത്? അപ്പോൾ ആയതുകൊണ്ട് എ മൈന്യൂട്ട് ഷോക്ക് ഓർ ഇഞ്ചുറി, തലയുടെ പിൻഭാഗത്ത് അനുഭവപ്പെടുന്ന ചെറിയൊരു മർദ്ദം, പ്രഷർ അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് എന്തിന് കാരണമാവാം? ലീഡ്സ് ടു ഡെത്ത്, മരണത്തിന് കാരണമാവാം. കാരണം എന്താണെന്ന് പറഞ്ഞു? മെഡുല്ല ഒബ്ലോങ്ങാറ്റ ഈസ് ദർ which controls all involuntary functions like the heartbeat, respiration, digestion, movement of the blood in the blood vessels. എല്ലാം നിയന്ത്രിക്കുന്നത് ആരാണ്? മെഡുല്ല ഒബ്ലോങ്ങാറ്റയാണ്. അപ്പോൾ അത് നിന്നാ നമ്മുടെ പ്രവർത്തനം അവിടെ വെച്ച് അവസാനിച്ചു. ക്ലിയർ ആയ? പറഞ്ഞത് മനസ്സിലായ? അതിനോടൊപ്പം തന്നെ എന്ത് പറയാം? ദ മെഡുല്ല ഒബ്ലോങ്ങാറ്റ കൺട്രോൾസ് വോമിറ്റിംഗ്, ഛർദിക്കുക, സ്നീസിങ്, തുമ്മ, കഫ്, ചുമ, ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്നതും ആര് തന്നെയാണ്? മെഡുല്ല ഒബ്ലോങ്ങാറ്റയാണ്. സോ ഓൾ ദ ഇൻവോളണ്ടറി ആക്ഷൻസ് ആർ കൺട്രോൾഡ് ബൈ ദ മെഡുല്ല ഒബ്ലോങ്ങാറ്റ. സോ എ മൈന്യൂട്ട് ഇഞ്ചുറി ഓർ എ സ്ട്രോക്ക് ടു ദ മെഡുല്ല ഒബ്ലോങ്ങാറ്റ may leads to death. എല്ലാ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്? മെഡുല്ല ഒബ്ലോങ്ങാറ്റയാണ്. ആയതുകൊണ്ട് ഒരു ചെറിയൊരു ക്ഷതം പോലും, മെഡുല്ല ഒബ്ലോങ്ങാറ്റ കേൾക്കുന്ന ചെറിയൊരു ക്ഷതം പോലും എന്തിന് കാരണമാവാം? മരണത്തിന് കാരണമാകാം. ഇത്രയായ നമ്മുടെ പുറത്തുള്ള 3 ഭാഗങ്ങളായി. ആരൊക്കെയാ? സെറിബ്രമായി, സെറിബെല്ലമായി, മെഡുല്ല ഒബ്ലോങ്ങാറ്റയായി. മസ്തിഷ്കനെ നടുക്കിൽ ഇങ്ങോട്ട് മുറിച്ച് കഴിഞ്ഞാൽ 2 ആൾക്കാരെ നമുക്ക് ഈ സെൻറ്ററിൽ കാണാം. ആരൊക്കെ? തലാമസ് ആൻഡ് ഹൈപ്പോതലാമസ്. 2 ആളെ കാണാം നമുക്ക്. തലാമസ് ആൻഡ്, ഇപ്പോൾ 4ാമത്തെ ആള് തലാമസ്, 5ാമത്തെ ഹൈപ്പോ തലാമസ്. 2 പേര്, തലാമസ് ആൻഡ് ഹൈപ്പോതലാമസ്. തലാമസ് എവിടെ ഇരിക്കണത്? അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ബ്രെയിൻ, ജസ്റ്റ് ബിലോ ദ സെറിബ്രം. സെറിബ്രത്തിൻ്റെ തൊട്ട് താഴെയായിട്ട്, മസ്തിഷ്കത്തിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് ആരിയ്ക്കണേ? തലാമസ് ഇരിക്കണേ എന്ന് പറയണേ. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ദിസ് തലാമസ്? ഇത്തിരി സ്പീഡിൽ പോവാട്ടാ. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ദിസ് തലാമസ്? ഫങ്ഷൻ എന്ന് പറയുന്നത്, ഇറ്റ് ആക്ട് ആസ് എ റിലേ സ്റ്റേഷൻ, ആവേഗങ്ങളുടെ പ്രസരണ കേന്ദ്രം. ഇറ്റ് ഈസ് ആക്ട് ആസ് എ റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസസ്, ആവേഗങ്ങളുടെ പ്രസരണ കേന്ദ്രം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത്? മസ്തിഷ്കത്തിലേക്കും മസ്തിഷ്കത്തിൽ നിന്നും ആവേഗങ്ങൾ പോകുന്നതും വരുന്നതും ഒക്കെ ആരിലൂടെയാണ്? തലാമസിലൂടെയാണ്. മനസ്സിലായ? It is the center which analyze the informations, analyze the impulses. അത് എന്ത് ചെയ്യണു? വരുന്ന ഇൻഫോർമേഷൻസുകളെ, ഇമ്പൾസുകളെ എന്ത് ചെയ്യണു? അനലൈസിന്, പരിശോധിക്കണു. ആൻഡ് ഓൺലി അലൗസ്, എന്തിനെ മാത്രമേ അലൗ ചെയ്യുള്ളൂ, അനുവദിക്കുള്ളൂ? എവിടേക്ക് കിടക്കാൻ? ബ്രെയിനിലേക്ക് കിടക്കാൻ. ഓൺലി ദ ഇമ്പോർട്ടൻറ്റ് വൺസ്, പ്രധാനമെന്ന് തോന്നുന്നവയെ മാത്രമേ എവിടേക്ക് കടത്തിവിടുള്ളൂ? നേരെ മസ്തിഷ്കത്തിലേക്ക് കടത്തിവിടുള്ളൂ. അപ്പോൾ ആയതുകൊണ്ടാണ് അതിന് എന്ത് പേര് വിളിക്കുന്നത് നമ്മൾ? റിലേ സ്റ്റേഷൻസ്. സോ ദ ബാക്ക് ആൻഡ് ഫ്രോ മൂവ്മെൻറ്റ് ഓഫ് ദ ഇൻഫോർമേഷൻസ് ഓർ ദ ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം the brain or the cerebrum is passed through, ആരാണ്? controlled by the thalamus എന്ന് പറയാം നമുക്ക്. ക്ലിയർ ആയ?
ദൻ അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കുക, തലാമസ് വിചാരിച്ച കുറേ ആൾക്കാരെ അവിടേക്ക് കടത്തി വിടാണ്ടിരിക്കാം. നമുക്ക് പല്ലുവേദന വരുമ്പോൾ, വയറുവേദന വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വേദന സംഹാരികൾ കഴിക്കും, പെയിൻ കില്ലേഴ്സ് കഴിക്കും. പെയിൻ കില്ലേഴ്സ് കഴിക്കുമ്പോൾ കുറച്ച് നേരത്തേക്ക് നമുക്ക് ഒരു അരമണിക്കൂർ, 1 മണിക്കൂർ, 2 മണിക്കൂർ നേരത്തേക്ക്, 3 മണിക്കൂർ നേരത്തേക്ക് നമുക്ക് വേദന ഇല്ല. ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് ദർ ഇസ് നോ പെയിൻ. അവിടെ വേദന ഇല്ലാത്തത് കൊണ്ടല്ല നമുക്ക് വേദന അനുഭവപ്പെടാത്ത, വേദന അനുഭവപ്പെടുന്നില്ല എന്ന് പറയണം നമുക്ക്. കാരണം ഈ പറയണ മരുന്ന് കഴിക്കുമ്പോൾ തലാമസ് എന്ത് ചെയ്യും? പെയിൻ എന്ന് പറയുന്ന ആ ഇമ്പൾസിനെ, ആ സ്റ്റിമുലസിനെ തലാമസ് അവിടെ ബ്ലോക്ക് ചെയ്ത് നിർത്തും. എവിടേക്ക് പോവില്ല? സെറിബ്രത്തിലേക്ക് പോവില്ല. ക്ലിയറായ? അപ്പോൾ വേദന സംഹാരികൾ നമ്മൾ കഴിക്കുമ്പോൾ ഈ വേദന സംഹാരികൾ ആക്ട് ചെയ്യണത് എവിടെയാണ്? വേദന അങ്ങോട്ട് കടത്തിവിടില്ല. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ, എല്ലാവരുടെ ജീവിതത്തിലും ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ഓർമ്മയും ഇല്ലാത്ത, ഒന്നും അറിയാത്തൊരു സമയമുണ്ട് നമുക്കെല്ലാവർക്കും, എന്നും എല്ലാ ദിവസവും. ഏതാ സമയം? നമ്മൾ കിടന്നുറങ്ങിയ രാത്രി ഒരു 11 മണിക്ക് നമ്മൾ കിടന്നുറങ്ങി, പിറ്റേ ദിവസം കാലത്ത് ഒരു 6 മണി വരെയുള്ള സമയം, ഈ ഉറങ്ങണേൻ്റെ ഇടയിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയോ? എങ്ങനെയാ കടന്നേ? എപ്പോഴാ കടന്നേ? എവിടേക്ക് തിരിഞ്ഞാ കടന്നേ? ആരൊക്കെ ഉണ്ടായിരുന്നേ? ഇതൊന്നും നമുക്കറിയില്ല. കാരണം ഉറങ്ങുന്ന സമയത്ത് തലാമസ് അനാവശ്യമായ എല്ലാ ഇമ്പൾസുകളെയും ഇവിടെ തടഞ്ഞങ്ങോട്ട് നിർത്തും. അപ്പോൾ ഒന്നും അങ്ങോട്ട് പോവില്ല. നമുക്കറിയാം, നന്നായിട്ട് ഉറങ്ങി എണീക്കുമ്പോൾ ഒരു സെക്കൻഡ് ഉറങ്ങിയ പോലെ കടന്നുറങ്ങി കുറച്ച് കഴിയുമ്പോൾ കണ്ണ് തുറന്നപ്പോഴേക്കും നേരം വെളുത്തു അല്ലേ? വളരെ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് കടന്ന പോലെയാണ്. ഉറങ്ങാണ്ടൊന്ന് ഇരുന്ന് നോക്കാം, മണിക്കൂറുകൾ ഇങ്ങനെ പോകുന്നത് വർഷങ്ങളായിട്ട് തോന്നും ഉറങ്ങാണ്ടിരുന്ന. അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് തലാമസ് എല്ലാത്തിനും അടിച്ച് പ്രിവെൻറ്റ് ചെയ്തു. ആവശ്യമുള്ളതിനെ മാത്രമേ അങ്ങോട്ട് കടത്തിവിടുള്ളൂ. എല്ലാത്തിനെയും നിയന്ത്രിച്ചു തലാമസ്. തലാമസിന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന ഒരു കേന്ദ്രം ഉണ്ട് ഇവിടെ. അയാളുടെ പേരാണെന്ത്? ഹൈപ്പോ തലാമസ്. സെൻട്രൽ തന്നെയായിട്ട് കാണാം ഹൈപ്പോ തലാമസ്. തലാമസിന് താഴെ, ഹൈപ്പോ മീൻസ് താഴെ, ബിലോ കുറവ് എന്നൊക്കെ പറയും നമ്മൾ അല്ലേ? ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പോ ടെൻഷൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഹൈപ്പോ താഴെയായിട്ട്, ആര് താഴെയായിട്ട്? തലാമസിന് താഴെയായിട്ട്. അപ്പോൾ വിളിച്ച പേര് ഹൈപ്പോ തലാമസ് എന്ന് വിളിച്ചു. തലാമസിന് തൊട്ട് താഴെയുള്ള കേന്ദ്രമാണ് ഹൈപ്പോ തലാമസ്. മധ്യഭാഗത്ത് തന്നെ തലാമസിന് തൊട്ട് താഴെയായിട്ട് എന്ത് ചെയ്യണു? എന്താ ചെയ്യണേ? വിച്ച് മേ മെയിൻറ്റെയിൻ ദ ഹോമിയോസ്റ്റാസിസ്. നമ്മുടെ ശരീരത്തിലെ ആന്തര സമസ്ഥിതി പാലനം. അതാണ് ആരുടെ ധർമ്മം? ഹൈപ്പോതലാമസിൻ്റെ ധർമ്മം. വിച്ച് മേ മെയിൻറ്റെയിൻ ദ ഹോമിയോസ്റ്റാസിസ്. നമ്മുടെ ശരീരത്തിലെ ആന്തര സമസ്ഥിതി പാലനം, ഹോമിയോസ്റ്റാസിസ്. ആന്തര സമസ്ഥിതി പാലനം. അങ്ങനെ പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ ശരീരത്തിലെ ജലത്തിൻ്റെ, ലവണങ്ങളുടെ, ഹോർമോണുകളുടെ, എൻസൈമുകളുടെ, കാൽസ്യം, പൊട്ടാസ്യം, പ്രോട്ടീൻ തുടങ്ങിയ എല്ലാ ഘടകങ്ങളുടെയും, രക്തത്തിൻ്റെ, അയോണുകളുടെ എല്ലാത്തിൻ്റെയും അളവ് കൂടാതെയോ കുറയാതെയോ നിയന്ത്രിക്കുക എന്ന് പറയുന്ന പണിയാണ് ആർക്കുള്ളത്? ഹൈപ്പോ തലാമസിന്. ജലം മുതൽ എല്ലാ ഘടകങ്ങളുടെയും അളവ് നിയന്ത്രിക്കുക. അതിനാണ് നമ്മൾ എന്ത് പറയുക? ഹോമിയോസ്റ്റാസിസ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ 5 ആന്തര സമസ്ഥിതി പാലനം എന്ന് പറയാം. അപ്പോൾ നമ്മൾ 5 ഭാഗങ്ങൾ കണ്ടു മസ്തിഷ്കത്തിൻ്റെ: സെറിബ്രം, സെറിബെല്ലം, മെഡുല ഒബ്ലോങ്ങേറ്റ, തലാമസ്, ഹൈപ്പോ തലാമസ്. ക്ലിയറായ 5 ഭാഗങ്ങളുടെയും ഫങ്ഷൻസ് കണ്ടു. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് നോക്കുക, ഭാഗങ്ങളൊക്കെ നോക്കുക. SSLC പരീക്ഷയ്ക്ക് ചിത്രം വരയ്ക്കാനായിട്ട് വരുന്ന ഭാഗമാണ്. ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ പറ്റണം, എല്ലാ ഫങ്ഷൻസും നമുക്ക് അടയാളപ്പെടുത്താനായിട്ട് പറ്റണം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സ്ട്രക്ചർ, ദ സ്ട്രക്ചർ ഓഫ് ദ ബ്രെയിൻ. ഓക്കെ ആണോ? അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് നന്നായിട്ട് പഠിച്ച് തയ്യാറായിട്ട് വരിക. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ ഇടയ്ക്ക് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചാലാണ് നിങ്ങൾ പഠിക്കുന്നുണ്ടോയെന്ന് അറിയുള്ളൂ. വെറുതെ ഇരുന്നിട്ട് യാതൊരു കാര്യമില്ല. ക്ലാസ് കേട്ടോണ്ടും കാര്യമില്ല, പഠിക്കും കൂടിയും വേണം കേട്ടാ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വെറുതെ ഒന്ന് ഇവിടെ വരുന്നു ഓടിച്ച് വെറുതെ ഒന്ന് വായിച്ച് റിവൈൻഡ് ചെയ്തിട്ടൊക്കെ ഒന്ന് വരിക വരുന്നവർ. ഇനി ഇത് വിചാരിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ വരാണ്ടിരിക്കേണ്ട, ചോദിക്കുന്നു വിചാരിച്ചിട്ട് കേട്ടാ. അപ്പോൾ നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യുക കേട്ടാ, വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇത്രയും ഏതാണ് സ്ട്രക്ചർ ഓഫ് ദ ബ്രെയിൻ. അപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ ഒരു ഭാഗം കഴിഞ്ഞു, ബ്രെയിൻ. അടുത്ത ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് സ്പൈനൽ കോഡ്. അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. സോ താങ്ക് യു.